ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാൻ. യഹോവ ഷാലോം, Yahweh Shalom. അവൻ യഹോവയുടെ ദൂതനെന്ന് ഗിദെയോൻ കണ്ടപ്പോൾ, that he was the angel of the Lord when Gideon അയ്യോ saw. ദൈവമായ യഹോവേ, ഞാൻ യഹോവയുടെ ദൂതനെ അഭിമുഖമായി കണ്ടുവല്ലോ എന്ന് പേടിച്ചുപോയി, പറഞ്ഞുപോയി. He was afraid that he saw the angel of the Lord, and he said that I might die. ദൂതൻ പറഞ്ഞ ഒരു വാക്കാണ്, നിനക്ക് സമാധാനം. The angel said, peace be with you. ഭയപ്പെടണ്ട. Don't be afraid. അപ്പോൾ ഗിദെയോന് അവിടെ ഒരു യാഗപീഠം അങ്ങ് പണിതു. So Gideon made a sacrifice offering over അതിനിട്ട there. പേരാണ് യഹോവ ഷാലോം. That's the name he named Yahweh Shalom. നിനക്ക് സമാധാനം. Let there be peace for you. ഇതിൻ്റെ ബാക്കും ഫ്രണ്ടും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാകാൻ കാരണം? If you read in context, you'll understand why this happened. Praise God, hallelujah. 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കണ്ട. If you read Judges 6:1 7 onwards, വർഷത്തോളം ഇസ്രായേൽ ജനം ഒത്തിരി കഷ്ടത അനുഭവിച്ചു. For 7 years, Israelite people have suffered. ഇതാദ്യമല്ല അവരുടെ ജീവിതത്തിൽ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ വന്നുപോയിരിക്കുന്ന ഒരു ജീവിത സ്റ്റൈലിയാണ്. It is not the first time, it is on and off continually that's happening. എല്ലാ വാതിലും അടഞ്ഞ് ദൈവത്തിന്റെ കരം ഭാരമായി മറ്റുള്ളവർ അവരെ വന്ന് ഓരോ പണി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തോട് നിലവിളിക്കും. When all the doors has been closed and the hand of the Lord was heavy upon them, then they will call upon the Lord again. അതെല്ലാം മാറിക്കഴിയുമ്പോൾ വീണ്ടും അവരെ ദൈവസന്നിധിയിൽ നിന്നാകും അവർക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യും. After that is done, then they will continue doing whatever they desire to do. മനസ്സിൽ തോന്നുന്നത് പോലെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടരായിരുന്നു ഇസ്രായേൽ ജനം. They will think of what to do and they'll do that. Praise God. എന്നാൽ കഷ്ടതയോ പ്രയാസമോ താങ്ങാവുന്നതിൻ്റെ അപ്പുറം വല്ലതും വന്നു കഴിഞ്ഞാൽ ഒരു കരച്ചിലും ഒരു വിളിയും ഒരു കണ്ണുനീരും ഒരു പ്രാർത്ഥനയും. So when there's a problem or troubles that come upon their way and it's beyond they can bear, then they'll cry out to the Lord. ഇപ്പോൾ സ്വസ്ഥമായി എങ്ങും താമസിക്കാൻ പോലും സ്ഥലമില്ലാതിരിക്കുന്ന ഒരു അനുഭവം. Now they have no peace where they're living. അവരുടെ സമ്പത്തുകളൊക്കെ വെക്കുവാൻ ഒരു നല്ല സ്ഥലമില്ലാതിരിക്കുന്ന ഒരു സമയം. They couldn't put their treasures and their. 2-ാം വാക്യം പറയുന്നത്, verses 2 says, മിദ്യാന്യർ, the Midianites, ഇസ്രായേൽ മേൽ ആധിക്യം എന്ന് പറഞ്ഞ അധികാരം പ്രാപിച്ചു. the Midianites were cruel to them. മിദ്യാന്യർ നിമിത്തം ഇവരെവിടെയാ ഇപ്പൊ പാർക്കുന്നറിയാമോ? പർവ്വതങ്ങളിലും സ്തോത്രം ഗുഹകളിലും അങ്ങനെ ഒളിച്ചിരിക്കാവുന്ന സ്ഥലങ്ങളിലാണ് മുഴുവനും പ്രാർത്ഥിക്കുന്നത്. So the Israelites were hiding into the caves and the mountains and wherever they can hide. 3-ാമത്തെ വാക്യം പറയുന്നത്, ഇസ്രായേൽ വലിയ കാര്യത്തില് കളയൊക്കെ വിത്ത് വിതച്ച് അതിന്റെ ഫലം എടുക്കാനെ കൊണ്ടിരിക്കുക. പക്ഷെ കൊണ്ടുപോകുന്നതൊക്കെ ആരാന്നറിയാമോ? മിദ്യാനരാ. So the Israelites would plant plants and then the Midianites would harvest them. Praise God, hallelujah. Amen. ഇടർച്ച ഉണ്ടാക്കുന്നവനാണ് മിദ്യാന്റെ അർത്ഥം കേട്ടോ. They are the ones who make you tremble. ഗിദെയോൻ എന്ന വാക്കിന്റെ അർത്ഥം പോരാളി എന്നാണ്. The Midianites mean to fight. അപ്പൊ ഈ മിദ്യാന്യരും അമാലേക്യരും വന്ന് സമയമാകുമ്പോൾ വിളവെടുക്കുന്ന അവനാ. So whenever it's time to harvest, Midianites take the harvest. ഇന്ന് പലപ്പോഴും ദൈവസഭകളിലും കുടുംബത്തിലും അതാ വിതയ്ക്കുന്നത് ഇസ്രായേലും ഫലമെടുക്കുന്നത് മിദ്യാന്യരും. This is what happened in the churches now. When the Israelites plant, the Midianites harvest. ദൈവ സാന്നിധ്യത്തിന് എതിരെ നിൽക്കുന്ന അനേകം ശക്തികൾ ഇന്ന് ദൈവസഭകളിലുണ്ട്. In the churches now we see there is a hand that is against the power of the Lord. വിത്തിന്റെ കുറവല്ല. It is not that there's no crop. വിതയ്ക്കാത്തതിന്റെ കുറവല്ല. It is not that there's no harvest. പക്ഷേ ഫലം എടുക്കേണ്ട സമയമാകുമ്പോൾ അമാലേക്യരെ കാണാം, മിദ്യാന്യരെ കാണാം. But when it's time to harvest, you can see the Midianites and the Amalekites. 4-ാം വാക്യം പറയുന്നത്, verses 4 it says, ഇസ്രായേലിന്റെ ആഹാരമോ ആടോ മാടോ കഴുതയോ ഒന്നും അവരെ ശേഷിപ്പിക്കത്തില്ല, എല്ലാം കൊണ്ടുപോകളെ. So they have nothing to eat. The sheep, the goats, the cattle and donkeys, they take it away.
അവര് ഗാസ വരെ, നമ്മളിപ്പോൾ ഗാസയെ കുറിച്ച് ഒത്തിരി കേൾക്കാറുണ്ടല്ലോ അല്ലേ? Till Gaza, you know how we hear about Gaza right now? അവിടം വരെ വന്നിട്ട് സകലത്തിനെയും കൊണ്ടുപോകളെ. They take everything till from there. 5-ാം വാക്യം വായിക്കുന്നത്, Verses അവർ 5 തങ്ങളുടെ says, കന്നുകാലികളും കുടാരങ്ങളുമായി പുറപ്പെട്ട വെട്ടുക്കിളി പോലെ കൂട്ടമായി വരും ആയിരുന്നു, നാശം ചെയ്യും. ഇങ്ങനെ മിദ്യാനരാൽ ഇസ്രായേല്യർ ഏറ്റവും ക്ഷയിച്ചു, പിന്നെ യഹോവയോട് കരയാൻ തുടങ്ങി. So the Israelites cried out to the Lord because the Midianites had stripped their land of everything. അങ്ങനെ ഒരു പ്രവാചനെയൊക്കെ അവിടെ വിടുന്നുണ്ട്. So now that you can see there's a prophet that's been എന്നിട്ട് sent. അവിടെ നല്ല ഒന്നാമതൊരു ദൂത് പറയുന്നുണ്ട്. Now there is a sermon that's been spoken. ഒരു ദൈവദാസനെ 8-ാം വാക്യത്തിൽ അവിടെ അയച്ചിട്ട്, ഒരു പ്രവാചകനെ അയച്ചിട്ട് ഈ പ്രവാചകൻ എല്ലാം ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. So this prophet reminds them of everything. നിങ്ങളെ കൊണ്ടുവന്നത്, നിങ്ങളായിരുന്നത്, നിങ്ങൾ ആരായിരുന്നു, നിങ്ങൾ അനുഭവിച്ച കഷ്ടത, നിങ്ങളെ എത്രമാത്രം ദൈവം സഹായിച്ചു, അങ്ങനെ കുറേ ലിസ്റ്റ് അവിടെ പറയുന്നുണ്ട്. So there's a lot of lists that he talks about how God has saved them, brought them, and where they are and from where they were brought. അപ്പോൾ ദൈവം എപ്പോഴും ഓർമ്മപ്പെടുത്തിയിട്ടേ ഒരു കാര്യം ചെയ്യാറുള്ളൂ. Well, God always reminds you of something, then only he does it. Praise God. Amen. 10-ാം വാക്യം പറയുന്നത്, Verses 10 it says, നിങ്ങൾ പക്ഷേ ഇതൊന്നും കേട്ട് എൻ്റെ വാക്കനുസരിച്ചില്ല. but they have not heard it and listened to him. ഇപ്പം ഈ സമയത്ത് During this time, യോവാശിന്റെ ഒരു ഓക്കുമരമുണ്ട്, ഒരു ഓക്ക് ട്രീ, കരുവേലകം എന്ന് പറയും. there was an oak tree. അതിൻ്റെ അടുത്ത് ഗിദെയോൻ എന്ന് പറയുന്ന ഈ പോരാളി, So next to it there ഈ was ബുദ്ധിയുള്ള ഗിദെയോൻ എന്താ അവിടെ ചെയ്യുന്നറിയാം? 11-ാം വാക്യം, there was a man named Gideon. യഹോവയുടെ ഒരു ദൂതൻ വന്ന് യോവാശിന്റെ കരുവേലകത്തിന് കീഴെ ഇരുന്നു. അവന്റെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിദ്യാനുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരി ചക്കിനരികിൽ വെച്ച് അത് മെതിച്ചുകൊണ്ടിരുന്നു. So he was threshing the wine press next to the Midianite, hiding it away from the ഒത്തിരി Midianite. ആത്മീയ വിഷയങ്ങൾ ഇതിൽ ചിന്തിച്ചാൽ നമുക്ക് ദൈവാത്മാവ് നമുക്ക് ഒത്തിരി പറഞ്ഞു തരും. So if you think about it, there's more spiritual meaning that God will speak to you. എന്തിനാ ഗിദെയോനെ നീ അവിടെ പോയി പണി ചെയ്തത്? Why, Gideon, have you went there to do this? Praise God. Praise the Lord. ഗിദെയോന് പറയാനുണ്ട്, So Gideon has to say, ഞാൻ സാധാരണ ഗോതമ്പ് എടുക്കുന്നിടത്ത് വെച്ച് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ കൊണ്ടുപോക്കളെ. so if I take it during wherever normally I do it, the Midianites will take it away. എന്നാൽ ഈ ഗോതമ്പ് എടുക്കാതിരിക്കണമെങ്കിൽ ഇവൻ്റെ കണ്ണിലും ഇവൻ്റെ ബുദ്ധിയും മനസ്സും ചെല്ലാത്തിടത്ത് വേണമെങ്കിലും ചെയ്യാനെ കൊണ്ട്. So if that the wine press that we should do it, then it should be where Midianites can't come and where their mind can't come. Praise God. എന്താ ഇതിൻ്റെ ആത്മീയത നമ്മളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ? What is the spiritual meaning about it, പ്രിയ ദൈവമക്കളെ, dear children of God? നാം എല്ലാ കാര്യവും നിഷ്കളങ്കത്തോട് ചെയ്യണമെങ്കിലും ദുഷ്ടൻ നിന്റെ മുൻപിലിരിക്കുമ്പോൾ നീ വളരെ സൂക്ഷിച്ചു വേണം ഓരോന്ന് പ്രവർത്തിക്കുവാൻ. Though we do everything innocently, when the devil is in front of you, you should be careful. എല്ലാം ദൈവം ചെയ്യട്ടെന്ന് പറയരുത്, നീ ചെയ്യാനുള്ളത് നീ ചെയ്യണം. Don't say that let God do everything, but what you have to do, you do it. Praise God. Amen. എന്നെ വിടുവിക്കുന്ന ദൈവം ഉണ്ടെന്നും പറഞ്ഞ് സ്വിമ്മിങ് അറിയാൻ വയ്യാത്ത ഒരു വെള്ളത്തിലെടുത്ത് വലുതായിട്ട് ഇറങ്ങി ചാടി ആഴമായി ചാടി ദൈവം എന്നെ വിടുവിച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനത്തെ ദൈവത്തെ ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ നീ സ്വിമ്മിങ് അറിയാമെന്നിട്ട് നീ ചാടിയിട്ട് നിന്നെ കൊണ്ട് പ്രയത്നിച്ച് പറ്റുന്നില്ലെങ്കിൽ ദൈവം നിന്നെ വിടുവിക്കും. So don't say that God will deliver you from everything. If you don't know how to swim, don't jump into the pool and ask God for you to help him. But if you do know how to swim and you fall away, but then God will help you to swim. നിന്റെ ആത്മീയ ജീവിതത്തിൽ ചോർച്ച സംഭവിക്കുന്നത് മിഥ്യാൻ കൊണ്ടുപോകുന്നതൊന്നും നീ ചെയ്യരുത്, പറയരുത്, നിൽക്കരുത്, നോക്കരുത്. Don't look at anything or hear anything or say anything if the Midianites take it away from you. Praise God. From your spiritual walk. നിന്റെ ഗോതമ്പ് മണി ധാന്യങ്ങൾ നന്മകൾ സൂക്ഷിച്ചു വെക്കണമെങ്കിൽ ദുഷ്ടന്റെ കയ്യിൽ പെടാതെ വണ്ണം സൂക്ഷിക്കണം.
So make sure that the devil does not take away your blessing, your wheat, your things that God has given you. അത് വാക്കിലോ പ്രവൃത്തിയിലോ നോട്ടത്തിലോ സഹകരണത്തിലോ സംസാരത്തിലോ അത് ദുഷ്ടൻ കൊണ്ടുപോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ വചനം നമ്മെ ഓർപ്പിക്കുന്നു, ബി കെയർഫുൾ. So Satan can take it away if you're not careful enough that what God has given you. നിന്റെ ആത്മീയത്തിൽ ചോർച്ച വരാതിരിപ്പാൻ നാം വളരെ സൂക്ഷിക്കണം. Be careful that there is not lacking in your spiritual walk. ആരും കണ്ടില്ലേലും കാണുന്ന ഒരുവനുണ്ട് കേട്ടോ. If nobody sees, there's a one who sees. ദൂതനുണ്ടായിരുന്നു അവിടെ. There was an angel there. ഈ ഗിദെയോൻ ഇത് ചെയ്യുമ്പോൾ ആരും കണ്ണിൽ പെടാതുകൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷേ കാഴ്ചയ്ക്ക് മറഞ്ഞിരിക്കുന്ന ഹല്ലേലൂയ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൂതനോട് ഉണ്ടായിരുന്നു. You can think that there was nobody seeing, but an angel was seeing everything Gideon was doing. അപ്പോൾ ഗിദെയോൻ ഒന്ന് ദൂതൻ അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. There's a question, the question that angel asked Gideon. യഹോവയുടെ ദൂതൻ അവനെ പ്രത്യക്ഷനായി. So angel of the Lord was revealed to him, appeared to him. അല്ലയോ യഹോവ അല്ലയോ പരാക്രമശാലി, യഹോവ നിന്നോട് കൂടെയുണ്ടെന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ ഗിദെയോന് സംശയം. So there was a confusion of doubt in Gideon. നീ ഇപ്പോൾ പറയുന്ന യഹോവ കൂടെയുണ്ടെന്ന്. That you say that God is with you. പക്ഷെ 13-ാം വാക്യത്തിൽ അവിടെ ചോദിക്കുന്നത് എന്താ സാറേ ഇങ്ങനൊക്കെ ഈ ദൈവം കൂടെയുണ്ടെന്ന് ഇപ്പം നിങ്ങൾ പറയുന്നു. ഞാൻ സമ്മതിച്ചു, പക്ഷേ ഞങ്ങൾക്ക് ഇതൊക്കെ വന്നു ഭവിക്കുന്നതിന്റെ കാര്യം എന്തുവാ? പിന്നെങ്ങനെയാ ദൈവം ഞങ്ങളുടെ കൂടെ ഉള്ളത്? Because Gideon asked this question, because that God is with you, then why is it all happening to us? Praise God. Amen. എവിടാ? സത്യത്തിൽ ഒരു നല്ല സ്റ്റേറ്റ്മെന്റാ പറഞ്ഞേക്കുന്നത്. It was a good question that he asked over ഒത്തിരി there. പ്രോമിസ് ഒക്കെ നടന്നിട്ടുണ്ട്. There was a lot of promises that said, ഇതൊക്കെ where is it all? ഇപ്പൊ കഷ്ടതയും പ്രയാസവും മിദ്യാനുടെ കയ്യിൽ, അവരായി ഇപ്പൊ നമ്മുടെ ബോസ്മാര്. Now troubles and suffering is only there, and now our boss is the Midianites. പക്ഷേ ഗിദെയോനെ നിന്റെ കോതമ്പ് എന്താ കൊണ്ടുപോവാഞ്ഞേ? Gideon, let's ask Gideon, why didn't they take your wheat? നീ ബുദ്ധിയോടെ നിനക്കുള്ളത് സൂക്ഷിച്ചത് കൊണ്ടാ കൊണ്ടുപോവാൻ. Because you were very wise in protecting what is yours. Praise God. Amen. ആത്മീയാർത്ഥം ഒത്തിരി ഉണ്ട്. There's many നിങ്ങളോട് spiritual ഇൻഡിവിജ്വലായിട്ട് meanings. ദൈവാത്മാവ് സംസാരിക്കട്ടെ. Let God speak to you individually. താഴോട്ട് വരുമ്പോൾ You go down. അവിടെ യാതൊന്നും പറഞ്ഞില്ല. നിന്റെ ആൾക്കാരുടെ ദോഷമാ, നിന്റെ പ്രശ്നങ്ങളാ, നിങ്ങൾ ആൾക്കാരെ ഒന്നും അവിടെ പറയാൻ പോയില്ല. കാരണം നേരത്തെ ഒരു ദൂത് കൊടുത്തിരുന്നു ജനത്തിന്. So there was already a prophecy being said before. ഇവിടെ പറയുന്നു നീ ബലത്തോടെ പൊക്കോളാൻ പറയുന്നു. You go with strength, he says. നീ ഇസ്രായേലിനെ മിദ്യാനുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നു. ഒരു മിനിറ്റ്, ഇത് ആരെയും സംസാരിക്കുന്നത്? So Gideon was confused when the angel said, and rescue Israel from the Midianites, I am sending you. ദൈവവേദനയിലെ നമ്മുടെ പ്രവൃത്തി നോക്കിയ ദൈവം നമ്മെ ഓരോന്ന് ഏൽപ്പിക്കുന്നത് മനസ്സിലാക്കണം. Remember that because our actions, God only gives you responsibilities. മറ്റുള്ള അച്ചായന്മാര് ചെയ്യുന്നതനുസരിച്ച് ഗോതമ്പുണ്ടാക്കേണ്ടടുത്ത് നീ പോയി ഗോതമ്പുണ്ടാക്കിയാൽ അത് എല്ലാ ദിവസവും മിദ്യാനിന് കൊണ്ടുപോകത്തേ ഉള്ളൂ. Looking at other people, if you do you wine press wherever they do, then the Midianites will take it away. പക്ഷേ നീ നട്ടുണ്ടാക്കിയ നിനക്ക് ലഭിക്കേണ്ടതിനെ നീ സൂക്ഷിച്ചു വെച്ച് ഹല്ലേലൂയ ദൈവസ്ഥനിലായിരിക്കേണ്ടതുപോലെ ആയിരുന്നു ഹല്ലേലൂയ നിനക്കുള്ളതിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് നമുക്കുള്ളതായിട്ട് തന്നെ ഇരിക്കും. If you protect what is yours, then it's going to be always there and be with you. 15-ാം വാക്യം ഈ ഗിദെയോന് ഫുൾ ഒരു ടെസ്റ്റ് മണി പറയുക, അല്ലയോ കർത്താവേ, ഇസ്രായേലിനെ എങ്ങനെ ഞാൻ രക്ഷിക്കും? ഞാനും എൻ്റെ കുടുംബവും ആരാ? ദാവീദ് പണ്ട് ചോദിച്ചൊരു ചോദ്യം പോലെ. ഞങ്ങളൊന്നുമില്ല. He says, I'm nothing. ഞാനൊരു ചെറിയവനാ. I'm only a little. Praise God. മതി, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. He says, I'm ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കട്ടെ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. Let God speak to you this morning that God is with you. പക്ഷെ ഒരു കാര്യമുണ്ട്. But remember, നിന്റെ ഗോതമ്പ് കൊണ്ട്
പബ്ലിക് കാണുക മിതിയാൻ കാക്ക നീ കൊണ്ട് വിതച്ചു കഴിഞ്ഞാൽ അത് അവൻ കൊണ്ടുപോകും കേട്ടോ. If you plant your wheat among people where publicly, നിന്നിലുള്ള then will കൃപ, take it away. നിന്നിലുള്ള സമാധാനം മറ്റുള്ള ഹല്ലേലൂയ മിഥ്യാനുടെ കയ്യിൽ കൊടുത്തിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. Your grace and your peace that God has given you, if you give it to Midianite, then don't cry about കാരണം it. അവന്റെ പരിപാടി നിന്റെ നന്മ, നീ അനുഭവിക്കുന്ന ആത്മീയ നന്മ, നീ അനുഭവിക്കുന്ന സമാധാനം അതെങ്ങനെയെങ്കിലും അടിച്ചു മാറ്റിക്കളയണം. So what he wants is to take away your blessing and your spiritual blessing from your life. Praise God. Amen. നമുക്ക് അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ഇന്ന് പകൽക്കാലം. Is that happening to you? Then it's time to think. നമ്മുടെ ആത്മീയത്തിൽ എങ്ങനെയാ ചോർച്ച വന്നേ? How are you lacking in your spiritual walk? എങ്ങനെയാ നമ്മുടെ കയ്യടിയിൽ കുറവ് വന്നേ? Where has it failed that your clapping has എങ്ങനെയാ stopped? ആത്മാവിന്റെ ആരാധനയിൽ കുറവ് വന്നേ? Where has it stopped when you worshiping in the spirit? എന്താ സാക്ഷ്യത്തിൽ കുറവ് വന്നേ? Why is there a lack in the testimony? എന്താ ധൈര്യത്തിൽ കുറവ് വന്നേ? Why is it lacking in your എപ്പോഴാ courage? ഈ ബലക്ഷയം ഉണ്ടായത്? Where has you lost your strength? മിഥ്യാനിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം തിരിച്ചു പിടിക്കണം. If Midianites take it, it's time to bring it കർത്താവ് back. പറയുന്നു, ഞാൻ നിന്നെ കൊണ്ട് ഇസ്രായേലിനെ വിടുവിക്കും. God said, I'm going to send you to അവൻ help പറഞ്ഞു, ഞാൻ Israel. ആരുമില്ല, പക്ഷെ എന്നെ കൊണ്ട് ഇത് തിരിച്ചു കൊല്ലാൻ വലിയ പ്രയാസമാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. He says, I cannot do it alone. That God says, I'm with you. അപ്പം ഈ ഗിദെയോൻ പറയുന്നുണ്ട്, നീ ഒരു ദൈവപുരുഷനാണ്, നീ ഒരു ദൈവമാണെന്നെങ്കിൽ, നീ ഒരു ദൈവദൂതനാണെങ്കിൽ ഒരു കൺഫർമേഷൻ എനിക്ക് വേണം. So he asked for a confirmation to the angel if you are sent by God. ഞാൻ 18-ാം വാക്യം പറയുന്നത്, ഞാൻ പോയി എൻ്റെ വഴിപാട് കൊണ്ടുവന്ന് നിന്റെ മുൻപാകെ വയ്ക്കും, അതുവരെ നീ പോകരുത്, മടങ്ങി വരുവോളം ഞാൻ താമസിക്കാമെന്ന് ഹല്ലേലൂയ ദൂതൻ അരുളി ചെയ്തു. ദൈവമക്കളെ, ദൈവസന്നിധിയിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിക്കുന്നുവെന്ന് കൺഫർമേഷൻ കിട്ടേ കടന്നു പോകാവൂ. Dear children of God, when you come to the presence of the Lord, have a confirmation that God has spoken to you. നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു കർത്താവിനെയാ നാം സേവിക്കുന്നത്. That we serve a God who waits for us. എനിക്ക് സമയമില്ല, ഞാൻ പെട്ടെന്ന് പോവുക, ഞാനൊരു കൃത്യ സമയത്തിന് വരെ നിൽക്കാൻ ഒക്കത്തുള്ളൂ എന്ന് പറയുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. God is not a God who says that I'm going to leave, there's no time anymore. നീ യാഗം കഴിക്കുവാൻ തയ്യാറാണെങ്കിൽ അതിന്റെ റിസൾട്ട് പറയുന്നത് വരെ നിൽക്കുന്ന ദൈവമാണ് ഞാൻ നീ സേവിക്കുന്ന ദൈവം. If you're ready to offer sacrifices, then God is there to listen to you. നീ ബിസി ആണെങ്കിൽ എൻ്റെ ദൈവം അവിടെ തന്നെ നിൽക്കും, പക്ഷെ നിന്നോട് പറയാനൊന്നും കാണില്ല. If you're busy, then God will stay right there, but he wouldn't have anything to say ഈ to you. ദൂതൻ പറയുന്നു, ഞാൻ നിൽക്കാം കേട്ടോ, നീ എപ്പോ വരുന്നു അതുവരെ ഞാൻ നിൽക്കാം. Angel says, I will stay till you come. എന്താ കാരണമെന്നറിയാമോ? Do you know why he says that? ഗിദെയോന്റെ ആ മനസ്സിന്റെ ഡെഡിക്കേഷൻ അവൻ കണ്ടു. The angel of the Lord saw Gideon's dedication. സ്തോത്രം. എന്നിട്ട് 19-ാം വാക്യം അവനെല്ലാം കൊണ്ടുവന്നു, യാഗപീഠത്തിന്മേൽ വെച്ചു. എന്നിട്ട് 20-ാം വാക്യം, അപ്പോൾ ദൈവത്തിൻ്റെ ദൂതനോട് മാംസവും പുളിപ്പില്ലാത്ത വടയും എടുത്ത് ഒരു പാറമേൽ വെച്ചു, അതിനെ തൊട്ടു, അവിടെ തീ കത്തി, അത് യാഗവസ്തുവായി തീർന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ പെട്ടെന്ന് അങ്ങ് ഓടിച്ചു പറഞ്ഞു പോകുന്നതാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. നിങ്ങൾക്കത് വായിച്ചാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കിട്ടും. If you read it, you can understand. 21-ാം വാക്യോട് വായിക്കുമ്പോൾ, വടിയുടെ അറ്റം മാംസവും പുളിപ്പില്ലാത്ത വടയും തൊട്ടു, അതിനെ ദഹിപ്പിച്ചു, യഹോവയുടെ ദൂതൻ അവൻ്റെ കണ്ണിന് പോയി കളഞ്ഞു. And the angel of the Lord disappeared from the spot. Praise God. Amen. പിന്നെ ആ ദൂതനെ ആ സ്ഥലത്തെങ്ങും കണ്ടിട്ടില്ല. That angel wasn't there at that time. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ്, എന്നാൽ ഇവിടെ ദൈവം ഇറങ്ങിയല്ലോ എന്ന് വിചാരിച്ചൊരു യാഗപീഠം പണിതിട്ട് പറഞ്ഞേ, യഹോവ ശാലോം. That's when Gideon offered the sacrifice over there and called it Yahweh Shalom. ദൂതൻ പറഞ്ഞ വാക്കാണ്, ഭയപ്പെടണ്ട. And then the angel says, don't be afraid. നിനക്ക് സമാധാനം വരും. That the Lord is there to give you peace. നീ ദൈവ സാന്നിധ്യം അനുഭവിച്ചു കഴിയുമ്പോൾ, If you experience the presence of the Lord, യാഗം അഴിപ്പിക്കാതെ പോകരുത്. don't forget to give sacrifice to the Lord. നിന്റെ യാഗത്തിന്റെ അവസാന റിസൾട്ട് ഉണ്ട്. There is a result for your അത് sacrifices. കാണാതെ നീ ദിവസം തോറും പോയി കഴിഞ്ഞാൽ ദൈവവൈതലേ, If you go without seeing it, dear children of God, നിന്റെ യാഗത്തിൽ ക്ഷീണം തോന്നും നിനക്ക്. you will have weakness in your sacrifice. പിന്നെ ഈ യാഗം ഒത്തിരി നടത്താൻ മനസ്സ് വരില്ല. Then you wouldn't want to do it anymore. Praise God. താപ്പോട്ട് വരുമ്പോഴേ If you keep going down, എന്താ കാര്യം? ഈ ജനം, ഈ ഗിദെയോൻ പറഞ്ഞല്ലോ ദൈവം ഉണ്ടെന്നൊക്കെ പറയുന്നു, ഞങ്ങളെ ഒത്തിരി പരിപാലിക്കുമെന്നൊക്കെ പറഞ്ഞു, ഭയങ്കര പ്രവചനങ്ങളൊക്കെ ഉണ്ട്, എന്താ ഇതൊന്നും നടക്കാത്തത്
എന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. Before Gideon was talking about why this all happened to him, that God is with us. ദൈവം എന്നോടുകൂടെ ഉണ്ടെങ്കിൽ എന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്നൊരു ചോദ്യമുണ്ട്. He asked, if God is with me, then why this all happened to me? പക്ഷേ ഗിദെയോനോട് പറയാൻ ഒരു ദൂത് താപ്പോട്ട് വരുമ്പോഴുണ്ട്. There is something that the angel of the Lord says. 25-ാം വാക്യം, അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, നിന്റെ അപ്പന്റെ ഇളയ കാളയായ രണ്ടാമത്തെ കാളയെ, അതിന്റെ വയസ്സെത്രന്നറിയാമോ? 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ട് എന്ന് നിന്റെ അപ്പന്റെ വകയായിട്ടൊരു ബാലിന്റെ ബലിപീഠമുണ്ട്, അതിനെ മുഴുവനും നശിപ്പിച്ചു കളയണം. So he says, that night the Lord said to Gideon, take the second bull from your father's herd, the one that is 7 years old, pull down your father's altar of Baal and cut down the Asherah poles standing beside it. എല്ലാ കാര്യവും ശരിയായി കഴിയുമ്പോൾ ആരാധന ഇവിടെയും, After everything has been done, then there's worship here. എല്ലാ കാര്യങ്ങളും പ്രതികൂലമാകുമ്പോൾ ആരാധന അവിടെയും. When everything for you, then there's worship over there. പക്ഷെ ഗിദെയോൻ ഇത്ര പിടി കിട്ടിയില്ല. Gideon didn't understand that before. ദൈവം യഹോവ അവനോട് സംസാരിച്ചപ്പോൾ, When God talked to Gideon, അവന്റെ കാളയുടെ വയസ്സ് വരെ അറിയാവുന്ന ഒരു ദൈവം, there's a God who knows the age of the bull. എത്രാമത്തെ കാളയെ ഉപയോഗിക്കണമെന്ന് വരെ പറയുന്ന ഒരു ദൈവം, The God who knows which one to use. നമ്മൾ വിചാരിക്കും, ഇപ്പൊ ഇതൊക്കെ എന്തോ ദൈവം അറിയാനാ. We might think, അല്ലേ, what is ദൈവത്തിനെല്ലാം there to- അറിയാമല്ലോ. Now, sometimes we say that God knows everything. Of course God knows everything. ദൈവം എല്ലാം അറിയുന്ന ദൈവമാണ്. God knows everything. പക്ഷേ ഇവിടെ കാളയുടെ വയസ്സ് പോലും, ഒരു കാള ജനിച്ചപ്പോൾ പോലും വ്യക്തമായി അറിയാമെന്ന ഒരുവനെ നാം സേവിക്കുന്ന ദൈവം. The God who knows exactly the number and the age of the bull, that's the God we serve. നാം പ്രത്യേകിച്ച് കുത്തിയിരുന്ന് ദൈവത്തോട് പരിചയപ്പെടുത്തണ്ട. We don't have to say anything to the Lord. നിന്റെ അവസാനത്തെയും ആദ്യത്തെയും നീ ഉണ്ടായ ദിവസവും നിന്റെ അവസാന ദിവസം അറിയാവുന്ന ഒരുവനെ ഇന്ന് ഭൂമിയിലുള്ളൂ. ഹല്ലേലൂയ, ഇന്ന് ഭൂമിയിൽ ശക്തിയോടെയുള്ളൂ ദൈവ സാന്നിധ്യം. There's only a God, the presence of the Lord, who knows you from the beginning to the ഭൂമിയിൽ end. നമ്മളെ ആരും അറിയുന്നില്ലെങ്കിലും അറിയുന്ന ഒരുവൻ സ്വർഗ്ഗത്തിൽ നമുക്ക് Even വേണ്ടി if in the ജീവിക്കുന്നു. world that nobody knows you, there's a God who knows you. Praise God. എന്നിട്ട് എന്തോ ചെയ്തെന്നറിയാമോ? You know, and then what ഇവിടെ happened? അപ്പോൾ യഹോവ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ അപ്പൻ്റെ രണ്ടാമത്തെ കാള 7 വയസ്സുള്ളൊരു കാളയുണ്ട്, നീ അതിനെ കൊണ്ടുപോയിട്ട് നിന്റെ അപ്പൻ സേവിക്കുകയും ആരാധിക്കുകയും സ്നേഹിക്കുകയും ഇങ്ങനെ അനക്കാതെ വെച്ചിരിക്കുന്ന ഒരു സാധനമുണ്ട്, അതൊരു കോണി വെച്ചിരിക്കുക, വലിയ പ്രശ്നമൊന്നുമില്ല, ഇരിക്കട്ടെ, അതും കൂടെ നീ വിചാരിച്ചിരിക്കുന്നതേ ഉള്ളൂ, അല്ലാതെ എല്ലാ ദിവസവും അതേ പോയി തൊഴുത് പ്രാർത്ഥിക്കുന്നവനൊന്നും ആയിരുന്നത് പറയുന്നില്ല. പക്ഷേ ദൈവം അത് നോട്ടീസ് ചെയ്തു. നിന്റെ അപ്പൻ ഹീസ് നോട്ട് ടേക്കിംഗ് എ സീരിയസ്, അവനതൊരു വലിയ ഗൗരവമായിട്ടെടുത്തില്ലെങ്കിലും ദൈവത്തിന് പലതും ഗൗരവമാണ്. ദൈവം അത് നോട്ടീസ് ചെയ്ത് വെക്കും ദൈവമാണ്. When God told Gideon to take the bull and bring it to the Asherah poles where his father wasn't worshiping, but he loved and he served it, and it was standing beside it, bring it there. എന്നിട്ട് പറഞ്ഞു, ഈ രണ്ടാമത്തെ കാളയെ കൊണ്ടുപോയി നീ ഇതെല്ലാം ഇടിച്ച് നിരത്തി ആ സ്ഥലത്ത് നീ കൊണ്ടുപോകുന്ന കാളയെ യാഗം കഴിക്കണം. So whatever, when you take this bull to the place where his father is worshiping, you break that down and then you sacrifice that bull there. 27-ാം വാക്യത്തിൽ വരുമ്പോൾ, When in 27 it says, ഗിദെയോൻ ഇത് പക ചെയ്യാൻ പേടി, അതുകൊണ്ട് രാത്രി പോയി പണിയെല്ലാം ഒപ്പിച്ചോളും. so he was scared to do it in the morning, so at night he went there. എക്സ്ക്യൂസ് പറയാൻ ഒത്തിരിയുണ്ട്. So there's a lot of excuses that you can say. പറയാം, ദൈവമേ എൻ്റെ അപ്പനെ നിനക്കറിയാം, ഈ നാട്ടുകാരെല്ലാം ഉണ്ട്, ഇത് പോയി ഇടിക്കുമ്പോൾ എല്ലാവരും കാണും, കാരണം ഇത് പബ്ലിക്കുള്ളൊരു സാധനം, ഇതെങ്ങോട്ടും പാത്ത് വെച്ചിരിക്കുന്നൊന്നുമല്ല. സാഹചര്യങ്ങളൊന്നും ശരിയാവുന്നില്ല. Now Gideon can say that it's in the morning, that people can see it, it's publicly there, that he couldn't destroy it. All the circumstances are never with you. എന്നാൽ ബുദ്ധിമാനും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനും ദൈവ സാന്നിധ്യമുള്ളവൻ ഹല്ലേലൂയ തടസ്സങ്ങളെ നോക്കിയില്ല, അവൻ തടസ്സങ്ങളെ മറികടന്ന് രാത്രി പോയി പണി ചെയ്തു. So if you are wise and you have the presence of the Spirit in your heart, then he did not look at the circumstances, he went ahead at night. 27 ലാസ്റ്റിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. 27 at the end it says, പേടിച്ചിട്ട് പകൽ സമയത്ത് അത് ചെയ്യാതെ
So Praise he was God. afraid of the members of his father's household, so then he didn't do it in the morning at night. എന്താ ഗിദെയോനെ നിന്നെ മാത്രം തിരഞ്ഞെടുക്കാൻ കാരണമെന്നറിയാമോ? Why, Gideon, that you were chosen? നീ ഓരോ കാര്യവും യുക്തിപരമായിട്ട് ചെയ്യും. You were very careful in doing നീ things intricately. ബുദ്ധിയോടെ ചെയ്യും. You were doing it wisely. അതുകൊണ്ടാണ് നിന്നെ തിരഞ്ഞെടുക്കുന്നത്. That's why you were chosen. ഇന്നും ദൈവം ദൈവസഭയിലും ദേശങ്ങളിലും ആഗ്രഹിക്കുന്നത് ബുദ്ധിയോടെ നിൽക്കുന്ന നീതിമാനുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരു ദൈവമാണ്. The God who looks at if there is a wise man that's there to serve him. Praise God. Amen. നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ അങ്ങ് ഇളകി. After in the morning, everybody became an uproar. ഭയങ്കരം ബഹളം. There was a big trouble there. അവസാനം ഈ അപ്പൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഇതാര് ചെയ്താലും അവനിപ്പോൾ മരിക്കണം. So when they came to the house of his father, he said, whoever did this should die. ഉടനെ ആ അപ്പൻ കുറേ ചോദ്യങ്ങൾ താഴെ ചോദിക്കുന്നുണ്ട്. Father asked some questions. 31 വാക്യം, യോവാശ് തൻ്റെ ചുറ്റും നിൽക്കുന്ന എല്ലാവരോടും പറഞ്ഞത്, നിങ്ങൾ ഈ ബാലിന് വേണ്ടി വെറുതെ വാദിക്കാൻ നിൽക്കണ്ട. ബാലിനെ അങ്ങ് നിങ്ങൾ അവനെ ശിക്ഷിക്കേണ്ട, ബാല് ശിക്ഷിക്കട്ടെ. കാരണം ബാലിനെ അല്ലേ ഇടിച്ചു കളഞ്ഞത്. അപ്പോൾ പിന്നെ ബാല് വേണേ അവനെ അങ്ങ് മരിപ്പിച്ചോട്ടെ. Let Baal destroy them. Then why do you have to bother? Praise God. Amen. ബാലങ്ങ് വിട്ടുകൊടുത്താൽ മതി. ബാലിനുള്ളത് ബാലിന് വിട്ടുകൊടുത്തേരുന്നേ. You give it to what's for Baal and you give it to him. നമ്മളായിട്ട് എടുത്തുടനെ പലതും വാദിക്കാൻ നിൽക്കണ്ട. That we don't have to fight for anything. പരിശുദ്ധാത്മാവിന് വിട്ടുകൊട്. Let the Holy Spirit take care of it. പുതിയ നിയമ വിശ്വാസിയായിരിക്കും നമ്മളെ കരുതുന്ന ഒരു ദൈവമുണ്ട്. As a New Testament believer, there's God who takes care of you. ബാലിനുള്ളത് ബാലിന് കൊടുത്തേ, ബാൽ എന്തോ ചെയ്യട്ടെ. Whatever is for Baal, you give it to him. Let him do whatever he wants. Praise God. Amen. അതിനുശേഷം വന്നു കാര്യങ്ങളൊക്കെ മുന്നോട്ടായി. നമ്മൾ താഴ്പോട്ട് വായിക്കുമ്പോൾ As we're reading down, 34 വാക്യം വായിക്കുമ്പോൾ, verse അപ്പോൾ യഹോവയുടെ ആത്മാവ്, യെസ്, ഇപ്പൊ എന്താ ദൈവാത്മാവ് എപ്പോഴാ വന്നേ? when did the presence of the Lord come? വലിയ നിസ്സാരമായിട്ടൊന്നും കാണാതിരുന്ന ഒരു സാധനം ദൈവം മുൻപാകെ നിസ്സാരമല്ലായിരുന്നു, അത് സീരിയസ് ആയിരുന്നു. When it was just nothing before the Lord, but before the Lord it was something that God saw. അതിനെ ഇടിച്ചു കളഞ്ഞപ്പോൾ അവന്റെ മേൽ ദൈവാത്മാവ് വന്നു. What has then after it was broken, then the presence of the Lord came upon him. ഗിദെയോനെ, നീ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നീ ഇപ്പൊ പറയുന്നല്ലോ, ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചതുണ്ടല്ലോ. Remember, Gideon, there was a time when you asked a question of why this all happened, even if you were with me. ഓരോന്ന് സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. Because there was all this stuff standing like this pole. സഭയിൽ സ്ഥാപിച്ചു, വീട്ടിൽ സ്ഥാപിച്ചു, മനസ്സിൽ സ്ഥാപിച്ചു, കുടുംബത്തിൽ സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന പല ബലിപീഠങ്ങളുണ്ട്. It's in the churches, in lives, in hearts and minds that it's all have put. ദൈവസാന്നിധ്യം ഇറങ്ങാൻ പറ്റില്ല. Then the presence of the Lord can't come down. ഫലം വരില്ല. There won't be any fruit. ഹല്ലേലൂയ. അതിങ്ങനെ മുരടിച്ചു പോകത്തേ ഉള്ളൂ. That it will all crumble away. എന്നാൽ ഇവിടെ ഇതെല്ലാം ഇടിച്ചു കളഞ്ഞപ്പോൾ, Once he has destroyed it all, ദൈവാത്മാവ് അവന്റെ മേൽ വന്നു. the presence of the Lord came upon him. Praise God. Amen. അവസാനം ദൈവത്തിന്റെ ആലോചന ചോദിക്കുന്നു 37 വാക്യം മുതൽ. When he asks the Lord, ഇതെല്ലാം വന്ന് 7 വാക്യത്തിൽ അവിടെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെയും രണ്ടാമത്തെ ഒരു കൺഫർമേഷൻ എല്ലാം ചോദിക്കുന്നു. 7 അധ്യായത്തിലേക്ക് നാം വരുമ്പോഴാ, if you come to the chapter 7, അവിടെ അനന്തരം ഗിദെയോൻ എന്ന അപ്പൊ ഇപ്പൊ സംഭവം ഇപ്പം പോകുകയാ. so now it's going. കാരണം ഇപ്പൊ ദൈവത്തിന്റെ ആത്മാവ് വന്നു. When the presence of the Lord came, എല്ലാ കൺഫർമേഷനും കിട്ടി. all the confirmations has been given. ഇനി ഇപ്പം മിദ്യാനിനെയും അമ്മോന്യർക്കും എതിരെ യുദ്ധം ചെയ്യാൻ പോവുകയാണ്. Now they're about to fight the Midianites and the Amalekites. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. Now there's a lot of people. 30,000 30,000 ആൾക്കാരെ there's almost 30,000 people. മിലിറ്ററിയിലേക്ക് അങ്ങ് സെലക്ഷൻ ചെയ്തു. എന്തിനാ? യുദ്ധത്തിന് പോകാൻ. They're about as soldiers to fight. എന്താ ഈ ദൈവം അവിടെ കയറി ഇടപെടാൻ കാരണം? നല്ലതല്ലേ? ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ എപ്പോഴും നല്ലതല്ലേ? Isn't it better that there's a lot more people? Why did God interfere there?
ആ പറയുമ്പോൾ ഞാൻ അബ്രഹാമിൻ്റെ ഒരു വാക്ക് ഓർക്കും. When during that time I think of something Abraham said. നിങ്ങൾ എന്നെ വളർത്തിയെന്ന് പറയാനിട വരും, നിങ്ങൾ എന്നെ വലുതാക്കിയെന്ന് പറയാനിട വരുത്തരുത്. That not to say that you have brought me up. നാളെ ഈ ജനം പറയരുത് അവർ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നുകൊണ്ടാന്ന് പറയരുതോ. Tomorrow they shouldn't say because there was a lot of people with them. മഹത്വം ദൈവത്തിന് കൊടുക്കാതെ ജനത്തിനും ശക്തിക്കും പോയി പോകുന്നത് കൊണ്ട്, because the victory and what needs to be given to the Lord, given to the people, ദൈവം ഗിദെയോനോട് പറഞ്ഞു, that God said to Gideon, 30,000 പേര് വളരെ ആശയത്തോടെ ആഗ്രഹത്തോടെ വന്നേ. the 30,000 people came with great desire and great. ഗിദെയോനേ, ഞാൻ നിന്നോട് കാര്യം പറയുന്ന പോലെ ഇനിയും കാര്യങ്ങളൊക്കെ നടക്കാവൂ. Now God called Gideon over and he's told him this is what's going to happen. ഇത് is too much, ഒത്തിരി പേരാ. This is too much, he says to them. നടക്കില്ല. It's not going to work. ദൈവമക്കളെ, ആലോചന ഒത്തിരി പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ പല ആലോചനകൾ വരും. If you look at many people, many thoughts will come, many opinions will rise. ഇന്നും വിശ്വാസികളിൽ പലരും, ദൈവമക്കളിൽ പലരും, ദൈവദാസന്മാരിൽ പലരും സംശയത്തിൻ്റെ ആത്മാവാണ് നടക്കുന്നത്. So many at this time, the presence of the pastors and the preachers and believers, they all have the spirit of doubt in them. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇപ്പോഴും സംശയമാണ്. It's a big doubt about the Holy Spirit now. അന്യഭാഷയെക്കുറിച്ച് സംശയം. The doubt about the whole tongues. ഈ പറയുന്നതൊക്കെ സത്യമാണെന്ന് സംശയമാണ്. The doubt about if anything that we say is truth. ഒരു ദൈവദാസനോട് ചോദിച്ചു, പാസ്റ്റർ, നമ്മൾ ഈ വിശ്വസിക്കുന്ന ഈ പറഞ്ഞ സ്വർഗ്ഗമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. Somebody asked me if there is a heaven. അപ്പൊ ഇങ്ങനെ പലതും സംശയങ്ങളുടേതായ ഒരു പാരമ്പര്യം നടന്നുകൊണ്ടിരിക്കുക വർഷങ്ങളായിട്ട്. So as years gone by, there's a lot of doubt. വേദപുസ്തകം പറഞ്ഞു, ജ്ഞാനം അന്വേഷിക്കുന്ന ഒരു തലമുറ അവസാന നാളുണ്ടാവും. At the end, there are going to be a generation that seeks the wise. ഇനി നമ്മുടെ തലമുറകളും നമ്മുടെ തലമുറകളൊക്കെ എന്തോ സംഭവിക്കുന്നറിയാമോ? You know what's going to happen to our generation and their generation and after that? ഇപ്പൊ ഒത്തിരി ആപ്പ് ഇറങ്ങുന്നുണ്ട്. Now there's a lot of app. നമുക്കറിയാം, ഒത്തിരി ഉണ്ട്. എന്നെക്കാളും നിങ്ങൾക്കറിയാം. AI, പിന്നെ ChatGPT എന്തോ അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ അവിടെ നോക്കുവാണ്, ഇപ്പൊ ഏത് കാര്യം ഉണ്ടെങ്കിലും, now if there's anything needed, എങ്ങനെ അമ്മയാകണം, അപ്പനാകണം, വളർത്തണം, പാല് കൊടുക്കണം, ഏത് പാലാണ് നല്ലത്, എത്രാം വയസ്സിൽ കെട്ടിക്കണം, എത്രാം വയസ്സിൽ ഇങ്ങനെ മുഴുവൻ ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം റെഡി. now you can ask anything you want on this app. ഇപ്പൊ നമ്മളാരും പറയുന്ന ഒന്നും, ദൈവമക്കളെ, ഞാനിത് പറയുന്നത് വളരെ സീരിയസ് ആകട്ടോ. നിങ്ങൾക്ക് ഒരു പക്ഷെങ്കിൽ ആയിസോട്ടിക്കാൻ നിങ്ങൾ കണ്ടു മനസ്സിലാക്കിക്കോണം. അന്ന് വേണേ ഇപ്പൊ എഴുതിയിട്ടോ ഞാൻ ഈ പറഞ്ഞ ദിവസം. I'm very serious in telling you this, that you can write it down if you want to. നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഈ വചനത്തിൽ ആശ്രയിക്കാതെ വണ്ണം, our children and their children, without believing this word, ChatGPTയിലും അങ്ങനെയുള്ള ഹൈ ടെക്നോളജിയിലും അവരുടെ ആൻസേഴ്സ് അന്വേഷിക്കുന്ന ഒരു കാലം വരുന്നു. that there's going to be a time where they look at ChatGPT and all these AI and apps to look for answers. അഭിഷക്തന്മാരില്ലാതെ പോകുന്നു. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. The spiritual is not there anymore. ഇപ്പോൾ അഭിഷക്തന്മാരെയൊക്കെ ദുഷ്ടനെടുത്ത് മെതിച്ചുകൊണ്ടിരിക്കുകയാണ്. Now the spiritual men that it has been taken away, has been threshed. ഒരു വാക്യം എനിക്ക് ഓർമ്മയിലുണ്ട്. ഒരു ദിവസം ദൈവം അനുവദിക്കുന്നെങ്കിൽ ഞാനത് പറയാം. നിൽക്കുന്നു തോന്നുവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളു. There's a verse in my mind that if you think you're standing, lest you fall. ഒരു ദൈവദാസനെ കുറിച്ച് എല്ലാവരും എടുത്തിട്ട് അലക്കുമ്പം എന്തോ ഒരു സന്തോഷമാണ്. നമ്മളും പറയും പന്നൻ. Whenever we talk about a pastor or preacher, എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നീ പന്നൻ എന്ന് പറയുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിലും ആ ദൈവദാസനെ നിന്റെ ഹൃദയത്തിൽ ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? The people that you say that he's wrong, then are you ever praying for that man? യൂട്യൂബ് കാണുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നിന്റെ ആത്മീയം നഷ്ടപ്പെട്ടു പോകാതെ നീ ഒത്തിരി സൂക്ഷിക്കണം. The ones who are watching this YouTube, I'm going to tell you now that if you're YouTube കാണണ്ടാന്ന് ഞാൻ പറയില്ല, 24/7 കണ്ടോ, പക്ഷേ നീ നശിച്ചു പോകുന്ന നീ അറിയത്തില്ല. Don't be destroyed if you're watching it. വല്ലവനെ കള്ള അന്യഭാഷ കേട്ട് നിന്നിലുള്ള നല്ല അന്യഭാഷ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ? If you're listening to a lying tongues, then your good tongues that you have will be taken away. വല്ലവന്റെ ഫേക്ക് കണ്ടുകൊണ്ട് നിന്നിലുണ്ടായിരുന്ന നീ അനുഭവിച്ചത് പോലും സംശയമാകുന്ന ഒരു വിഷയത്തിലേക്കാണ് നീ പോയിക്കൊണ്ടിരിക്കുന്നത്. Watching it that it was fake, then now whatever you have as real will go away. ഇങ്ങനെയാണോ എന്ന് പോലും നിന്നെ ചോദിപ്പിക്കുന്ന മനസ്സിലേക്ക് കൊണ്ടുപോകുന്ന മിഥ്യാന്യ ശക്തി ഉണ്ടെന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം. Thinking that if it's true or false, there is a spirit of Midianites upon you. അപ്പോൾ ചോദിക്കും, ഇവരൊക്കെ കാണിച്ചു വെക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇത് എങ്ങനെയാന്ന് ചോദിക്കും. So maybe we'll ask then, if they're doing all of this, then how? പറയുന്ന ഒരുത്തനെങ്കിലും ഒരു പാപിയെ മാനസാന്തരപ്പെടുത്തിയിട്ടായി പറയുന്നെങ്കിൽ വേണ്ടില്ല. So if this person who's saying, if he's not even had brought a
unbeliever into being ഈ repentant. യൂട്യൂബിൽ എടുത്തിട്ട് കീറുന്നവൻ ഒരൊറ്റ പാപിയോട് സുവിശേഷം പറഞ്ഞ് 10 പേരെ സ്നാനപ്പെടുത്തി ക്രിസ്തുവിലാക്കിയവനല്ല ഇത് പറയുന്നത്. This person who's speaking on YouTube, this person is saying he's not one who brought believers to Christ and baptized them. പക്ഷേ സിയോൻ യാത്രക്കാരനായിരിക്കുന്ന പലരും ഇത് നോക്കിയിട്ട് പറയുന്നത് കള്ളൻ, മറ്റവൻ, മറിച്ചവൻ എന്തെല്ലാം പറയുന്നറിയാമോ? You know, as you are Zion travelers, that you're looking at it, that he's a horrible person, he's the worst. ഇവരൊക്കെ പറ്റിപ്പോയ അബദ്ധങ്ങളെ ഞാൻ ന്യായീകരിക്കാന്ന് പറയരുത്. I'm never condoning the things that's പക്ഷേ happening. ഒരു ദൈവദാസൻ എന്ന രീതിയിൽ ഞാൻ പറയട്ടെ, As a man of God, I'm saying this. ദൈവമക്കളെ, ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? അവര് കുറ്റം പറയട്ടെ. Dear children of God, the ones who are praying for them, let them be the ones who speak about them. വീണുപോയവരെ നോക്കരുതേ, നാം വീണുപോകുമേ. Don't look at the ones who have fallen, you will fall. ദൈവാത്മാവ് ശക്തമായിട്ട് ഞാൻ പറയുകയാണ്, ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, That the Spirit of the Lord is speaking through നീ me. വീണുപോയവരെ പോയിട്ട് നീ പഠിക്കുക ചെയ്യേണ്ടത്, നീ അവരുടെ കൂട്ട വീണു പോകരുത്. Learn from the ones who have fallen, but don't fall like ഒരു them. പ്രാവശ്യം കൂടെ, learn from the people who fallen. Learn from the ones who have fallen. വീണുപോയവരെ നോക്കി നീ പഠിച്ചിട്ട് കർത്താവേ എന്നെ കൃപയിൽ നിർത്തണമേ എന്ന് പറയുക ചെയ്യേണ്ടത്, അല്ലാതെ അവരോട് ചേർന്ന് അവനെ ചള്ളവാരി എറിയാനല്ല ശ്രമിക്കേണ്ടത്. Learn from the ones who have fallen and say to the Lord God, give me grace, not to say that he's a bad person. കഴിയുമെങ്കിൽ വൃതന്മാരെ കൂടെ തെറ്റിച്ച് കളയാൻ നോക്കുന്നു പറഞ്ഞ വാക്യമൊക്കെ നമുക്കറിയാം. പക്ഷേ എന്തുകൊണ്ടാണ് ഈ യൂട്യൂബും ഒക്കെ കാണുമ്പോൾ ഇതുകൂടെ ഓർക്കാത്തേ? Now, why aren't we thinking about the verse that says that at this time that the elders are going to go into sin? വായിൽ നിന്ന് വരണ്ടാത്ത വാക്കുകൾ, The things that shouldn't be said out of your mouth, ശാപത്തിന്റെ വാക്കുകൾ, the words of curse. ഇതെല്ലാം വരുന്ന എന്താണെന്നറിയാമോ? You know why it's all coming? ഹല്ലേലൂയ. വൃതന്മാരെ കൂടെ തെറ്റിച്ചു പോകുന്ന ഒരു കാലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കാനുള്ള There's a time when the elders are also falling away. അല്ലാതെ കൂട്ടത്തിൽ നിന്ന് കല്ലേറാനല്ല നമ്മൾ ദൈവം നമ്മെ കണ്ടിരിക്കുന്നത് കേട്ടോ. God hasn't chosen to start ഞാൻ ഒരു stoning. കാര്യം ദൈവത്തിന്റെ ആത്മാവിൽ ഓർപ്പിക്കട്ടെ, I'm going to tell you with the Spirit of the Lord, മറ്റുള്ളവരെ കളിയാക്കുന്ന നീ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും. that ones you are speaking against the people, that there's going to be a മറ്റുള്ളവരെ time കളിയാക്കുന്ന നീ, അവരെ ആക്ഷേപിക്കുന്ന നീ അറിഞ്ഞോ അറിയാതെയോ ന്യായമായിരിക്കും പറയുന്നത്, പക്ഷേ നീ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കണം. there's going to be a time where you have to pay the penance for making fun of them. അവനെ എന്നെയും നിന്നെയും നടത്തുന്ന ഒരുവനേ ഉള്ളൂ. There is one who only serves us. കറ്റ കൊയ്തുകൊണ്ട് വരുമ്പോൾ കാഴ്ചവെക്കേണ്ടി ഒരുവന്റെ പാദപിടമേ ഉള്ളൂ. There's once you have cut all the wheat, there is going to be a place that you're going to put it. ഒരു ആരാധനയ്ക്ക് പോകാത്ത, ഒരു സ്തോത്രം ചെയ്യാത്ത, അന്യഭാഷയിൽ ആരാധിക്കാൻ അറിയാത്ത, ദൈവശക്തി ഇല്ലാത്ത പലരും ഇരുന്ന് പലരെയും കുറ്റം പറയുമ്പോൾ നീയും ഞാനും അവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടരുത്. Without speaking in tongues, without worshiping, without giving glory to God, don't be the ones who gossip about those people. ദൈവസഭയോട് ദൈവാത്മാവ് ശക്തമായി God സംസാരിക്കുന്നു. is speaking to the church. മറ്റുള്ളവർ എങ്ങനെയും ആകട്ടെ, Let other people be however they want it. നിന്റെ വായ തുറക്കരുത്, Don't open your mouth. നിന്റെ കണ്ണത് തുറക്കരുത്, Don't open your eyes. നീ കാണണ്ടാത്തത് കാണരുത്, Don't see what you shouldn't നിന്നെ see. ബലപ്പെടുത്താത്തത് നീ കാണരുത്. Don't see what that നിന്നെ doesn't strengthen you. തളർത്തും. That it will bring you to weakness. Be careful. Be careful. Amen. Amen. Praise you, Jesus. Amen. Praise you, Jesus. Amen. Praise you, Jesus. മറ്റുള്ളവരെ വിധിക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടില്ല. We have not been chosen to judge somebody else. എന്നെ വിധിക്കാൻ ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. There's a God who gave us the authority to judge എത്രമാത്രം ഞാൻ ourselves. ദൈവത്തിന് ഫലമുള്ളവനാകുന്നു. How much more am I fruitful for the Lord? ഇന്നലേക്കാൾ ഇന്ന് ഞാൻ വളരാൻ പറ്റിയോ? That I am more closer to God yesterday than ഒരു today. പാട്ടിന്റെ വാക്കുകൾ കേട്ടിരുന്നെങ്കിൽ, കേട്ടാൽ എന്നിലേക്ക് വ്യാപരിക്കുന്ന ദൈവശക്തി എവിടെയെന്ന് ചിന്തിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടോ? Have you ever thought the songs that we sing, the power of the Lord that comes upon you? Praise you, Jesus. ഇവിടെ ഇപ്പം ആൾപ്പെരുപ്പമാ, ഭയങ്കര ആൾപ്പെരുപ്പമാ. Now it's a lot of people. 30,000 ആളുണ്ട്. There's almost 30,000 people. ദൈവത്തിന് ഇത് കണ്ടപ്പോൾ, യഹോവയ്ക്ക് കണ്ടപ്പോൾ മനസ്സിലായി ഇത് ശരിയാവില്ല. When God looked at it, it's not going to work out, he said to himself. പലരും ഇപ്പോൾ ഒത്തിരി ആൾക്കാരുള്ള സഭയിലാ അടിച്ചു കയറി പോന്നേ. Many times now people are going to churches that have a lot of people. അതുപോലൊരു കാര്യം കൂടെ വിഷയത്തിലല്ലെങ്കിലും പറയേണ്ടതായിട്ട് വരുന്നതായിട്ട് ദൈവാത്മാവ് എന്നെ ഓർപ്പിക്കുന്നുകൊണ്ട് പറയട്ടെ. As the Spirit of God is reminding me to ഈ say this. ദിവസങ്ങളിൽ
Nowadays, നടന്നുകൊണ്ടിരിക്കുന്ന ഏത് ക്രൂസൈഡ് ആകട്ടെ, വലിയ കൺവെൻഷൻ ആകട്ടെ, മെഗാ കൺവെൻഷൻ ആകട്ടെ, 5,000 പീപ്പിൾ ഉള്ള കൺവെൻഷൻ ആകട്ടെ, ഓർ എബോവ് ആൻഡ് ബിലോ whatever എന്തുമായിക്കോട്ടെ, അവിടെയൊക്കെ പറയുന്ന മെസ്സേജുകൾ എന്താണെന്നറിയാമോ? you know, have you ever thought about all these convictions and these crusades that's happening above 5,000 or below, whatever? Do you know the messages that are being spoken over there? നിന്റെ രോഗം മാറും, That you're going to be healed, കഷ്ടത മാറും, that your problem's going to be go നിനക്ക് away, നന്മ വരും, that you will have blessings, നിന്റെ ആൻസൈറ്റി പോകുക, that your anxiety is going നിന്റെ to go away, ഡിപ്രഷൻ ഇപ്പം മാറുക, that your depression is going to go away തുറക്കത്തിൽ right നിന്ന് now. പറഞ്ഞു വാതിൽ തുറക്കാൻ പോകുക. The door is going to go open when I say എന്റെ it. ദൈവമേ, സമൂഹം അടിച്ച് കൈയടിച്ച് അങ്ങ് ആത്മാവിൽ ആരാധിക്കുക. The whole crowd is worshiping to that. ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടുണ്ട്, നന്മയും കരുണയും നിന്നെ തന്നെ ഫോളോ ചെയ്യും. That the blessings will follow you all the days of your life. മാനസാന്തരത്തിന്റെയും That മടങ്ങി repentance വരവിന്റെയും to come back. എത്ര മെസ്സേജാ ദൈവമക്കൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? How many messages of like that have you heard nowadays? ഹൃദയത്തെ മുറിച്ചു കളയുന്ന, What cuts your heart? മാനസാന്തരം, നീ ആരാ, നിന്നെ തന്നെ ശോധന ചെയ്യുന്ന എത്ര മെസ്സേജുകളാണ് ഇപ്പോൾ That ഉള്ളത്. examines the word, that who you are. How many messages of that do you hear? പക്ഷേ ഇപ്പൊ വിളിക്കുന്നവരെയൊക്കെ അത് മതി. But nowadays you only want that. അതിന് പറയുന്നത് ഉണർവ് പ്രാസംഗികൻ, Now it's about the growth. ജനത്തെ ഇളക്കുന്നവൻ. That the ones who makes the crowd going. എന്റെ പ്രിയ ദൈവമക്കളോട് ഞാൻ പറയട്ടോ, Dear children of God, let me tell you. ആൾക്കൂട്ടത്തിലല്ല ദൈവം പ്രവർത്തിക്കുന്നത്. God doesn't work when there's a lot of people. രണ്ടോ മൂന്നോ വാസ്തവമായി ദൈവ സാന്നിധ്യത്തോടെ ആയിരുന്നു കഴിഞ്ഞാൽ അവരുടെ മധ്യയിൽ എന്ന് പറയുന്ന If ദൈവമാണ്. there is 2 or 3, then that is truly in the presence of the Lord, God will come down. എത്ര വലിയ മെഗാ ലൈറ്റോ, എത്ര വലിയ മെഗാ ടിവിയോ, എത്ര വലിയ സിസ്റ്റം ഉണ്ടെങ്കിലും എന്റെ ദൈവം ഇറങ്ങിയില്ല. കാരണം എന്താ അറിയാമോ? 24 മണിക്കൂറും യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധരുന്ന ആർക്കുന്ന സാറാബുകൾ വസിക്കുന്നവന് നിന്റെ 6 കമ്പിയുള്ള അരിയാണോ വേണ്ടത്? That it doesn't matter about the big TV, the speakers, or the systems. There's the angels that calls him, holy art thou, and then you don't need the strums of the guitars for him. അപ്പോൾ യഹോവയുടെ ദൂതൻ ഗിദെയോനോട് പറഞ്ഞു, The angel of the Lord told Gideon, നീ ഒരു കാര്യം ചെയ്യ്. do one thing. അപ്പോൾ ഈ ഗിദെയോന്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കണം. ഇപ്പം കറക്റ്റായിട്ട് മുഴുവനും ദൈവത്തിന്റെ ആ ഗൈഡൻസിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. So understand about Gideon. Gideon is now very closely listening to God, and according to his guidance, he's ഒരു working. കോംപ്രമൈസേഷനോ ഒരു ആർഗ്യുമെന്റോ നിന്നില്ല ഗിദെയോൻ. There was no compromise or argument between them. അതെന്താ, ഒരു 30,000 നമുക്ക് നല്ലതല്ലേ, അടിച്ച് 10 പോയാലും ബാക്കി 20 ഇല്ലെന്ന് ചോദിക്കാൻ നിന്നില്ലേ? He did not say that, oh, whatever happens, like there's 30. ഇന്ന് if പലയിടത്തും 20, അങ്ങനെയല്ല. ആർഗ്യുമെന്റും അഭിപ്രായങ്ങളും അല്ലാതെ ഒന്നുമില്ല ഇപ്പം. there's only it's not like that now. It's always argument and opinions. 9 പേര് കൂടിയാൽ 9 അഭിപ്രായമാ. Now when 9 people gather, there's 9 different types of opinion. അത് കേട്ടില്ല പിന്നെ അവിടെ ബഹളവും അഴുക്കും, പിന്നെ അങ്ങ് പ്രശ്നങ്ങളാ. If you don't hear it, then there's always problems there. സഭ വിട്ടുപോകും, വീട് വിട്ടുപോകും, ദേശം വിട്ടുപോകും. Now you're leaving town and the church and the house. ഗിദെയോൻ അങ്ങനെയല്ലായിരുന്നു. But Gideon wasn't like that. Whatever you said, I'm ready to listen. He was ready to listen to whatever God നീ said. പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. That he will listen to whatever God said. ഗിദെയോനോട് പറഞ്ഞു, ഇവരോട് പറ പേടിയുള്ളത് അങ്ങ് പൊക്കോളാൻ പറയാം. കാരണം ഇതിപ്പം പേടിയുള്ളവരങ്ങ് പൊക്കോളാൻ, അങ്ങനെയല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത്. ചെന്ന ആരെങ്കിലും ഭയവും, PS 3-ാം അധ്യായം 3-ാം വാക്യം 7:3, ഭയവും ഭീതിയും അവർ ദൈവത്തെ ഓർത്ത് അങ്ങ് പൊക്കോളാൻ പറ. So he said to Gideon, ones who are timid and afraid, let them leave. അപ്പോൾ പുള്ളി പോയി പറഞ്ഞു, നിങ്ങൾ ആർക്കെങ്കിലും, കാരണം നമ്മളിപ്പോൾ പോകുന്ന ഒരു വലിയ യുദ്ധത്തിനാണ്. So when Gideon went to them and said, തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പുമില്ല. there is no guarantee you're going to come back. നിങ്ങളിൽ പേടിയുള്ളവര് ദയവ് ചെയ്ത് വരരുത്. So ones who are afraid, don't come, he says. മരിക്കാൻ തയ്യാറുള്ളവനൊന്ന് നിന്നേ, ബാക്കിയുള്ളവരൊക്കെ പോകാൻ പറഞ്ഞു. So the ones who are ready to die, let them stay, everybody else can leave. 20,000 പേരങ്ങ് പോയി. So all 20,000 left. ആ വന്ന വരവൊക്കെ കണ്ടു കഴിഞ്ഞാലോ? So once the way they were coming, you can see. ഇപ്പൊ എല്ലാം ശരിയാക്കി തരാൻ പറഞ്ഞ വന്നേ. Now you're going to do something about it. പിന്നെ നമുക്ക് പോകാമേ, പാസ്റ്റർ നമുക്ക് പോകാം. Pastor, let's go. ഇത് ചെറുതുള്ള ബാറ്റിലല്ല കേട്ടോ. It is not a small battle. പോരാട്ടം വ്യക്തികളോടല്ല. It is not against people. ചില അമാലിയക്ക് ശക്തികളോട് പോരാൻ നീ തയ്യാറാണെങ്കിൽ, It's the powers against the Amalekites. ഉപവാസത്തോടും പ്രാർത്ഥനയോടും നിൽക്കാൻ നീ തയ്യാറാണെങ്കിൽ, Once you're ready to fast and pray, are you ready? ഇല്ലയോ? പോ.
or if you're ready to come or go. Praise you, Jesus. Amen. 20 ഞാൻ ചിന്തിക്കുകയായിരുന്നു, ദൈവമേ ഇവരെന്തോ ഓർത്തായി വന്നേ. So I was thinking, why did they come? 20 പേര് പൊക്കളഞ്ഞു. 20,000 people, 22,000 left. ബാക്കി ഒരു 10,000 ശേഷിക്കുന്നുണ്ട്. The rest 10,000 was still there. കർത്താവ് പറഞ്ഞേ പോരടാ, ഇവരും ടൂ മച്ചാ. So God also said, this is also too much. ഞാൻ ഒരു പണി പറയാം. I will tell you something. ആ ആ ആ അപ്പൊ എത്ര പേരായി ഇപ്പൊ പോകുന്നതെന്ന് അറിയാമോ? Now, how many people are going? 10,000 people, 10,000 പേര് പോകുകയാ. There's only 10,000 people that are going now. ദൈവ ഉള്ളങ്ങളെ അറിയുന്ന ദൈവത്തെ അറിയാം. The God who knows the inward of your hearts നീ knows. കേൾക്കുന്ന ഒന്ന് പ്രവർത്തിക്കുന്ന ഒന്ന് എത്ര പേരുണ്ടോ ദൈവം അറിയാം. So God knows the ones who hear and do. There's different type of people. മനസ്സിലായില്ലെന്ന് തോന്നല്ലേ? You might not understand that. ദൈവത്തിന് അറിയാം God knows നമ്മൾ കേൾക്കുന്ന എന്താ, what we hear, നാം ഗ്രഹിക്കുന്ന എന്തെന്ന്. what we understand. കേൾക്കാൻ നല്ലതാണ്, It is good to hear. പക്ഷെ എന്തു ഗ്രഹിച്ചു എന്നറിയില്ല. What did you understand? They don't know. ഗ്രഹിക്കുന്നതല്ല കേൾക്കുന്നത്, കേൾക്കുന്നതല്ല ഗ്രഹിക്കുന്നത്. What you hear is not what you understand, and what you understand is not what you hear. ഇന്നത്തെ ആത്മീയ ജീവിതം അങ്ങനെയാ. Now the spiritual walk has come to that. അപ്പൊ ദൈവം അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, ഇവരെ നേരെ വെള്ളത്തിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. To test that, God brought them to the water. എന്നിട്ട് പറഞ്ഞു, അവിടെ നിന്നോണ്ട് നീ പറയണം, അവിടെ ചെല്ലുമ്പോൾ ഞാൻ പറയാം സീക്രട്ടാ. Now I'll tell you something else when you get there. ചിലര് പറയില്ല, ദൈവമേ എന്നോട് ഇപ്പൊ തന്നെ ഇത് പറഞ്ഞേ പറ്റുള്ളൂ. Now some people sometimes say, now God speak to me right now. ദൈവമക്കളെ, ചില പ്രത്യേക സമയത്ത് മാത്രമേ ദൈവം നിന്നോട് സംസാരിക്കുകയുള്ളൂ എന്ന് നീ ആദ്യം മനസ്സിലാക്കണം. At special circumstance only God will talk to you right there. നീ ആവശ്യപ്പെടുമ്പോൾ സംസാരിക്കുന്ന ദൈവത്തെ അല്ല ഞാൻ സേവിക്കുന്ന ദൈവം. Just because you want it to be heard right there is not the God we serve to who speaks to you right ദൈവത്തിന് there. നിന്നോട് സംസാരിക്കാനുള്ളത് വരെ നീ പൊക്കോണ്ടിരിക്കണം. As you're going, God will speak to you. ദൈവ ശബ്ദം കേൾക്കുന്നത് വരെ you continue to follow. Till you hear the word of God, continue to follow him. അവിടെ ചെന്നിട്ട് പറഞ്ഞു, When he got there, he said, നീ ഇനിയും പറയണം, പട്ടിയില്ലേ ഡോഗ് നക്കി കുടിക്കുന്നത് പോലെ as dog lick, നക്കി കുടിക്കുന്ന എത്ര പേരുണ്ട്? as dog laps their tongues. മുട്ടുകുത്തി ഒന്ന് വായിച്ചേ ക്ലിയർ ആയിട്ട്. ആ ഒരു വാക്ക് വളരെ ക്ലിയറാ. പട്ടി നക്കി കുടിക്കുന്നത് പോലെ നാവ് കൊണ്ട്. അപ്പൊ വെള്ളം നായ കുടിക്കുന്നത്, പട്ടി കുടിക്കുന്നത് നാക്കുകൊണ്ടാ. So you know how ആ dogs, നാക്കുകൊണ്ട് എടുത്തെടുത്ത് അത് കുടിക്കുന്നത്. Dog അപ്പൊ drinks ദൈവം പറഞ്ഞു, laughing with ഈ their tongue. നാക്കുകൊണ്ട് വെള്ളം കുടിക്കുന്നവൻ എത്ര ഉണ്ടെന്ന് നോക്കണം. check for how many പിന്നെ lap with their tongue. മുട്ടുകുത്തിയിരുന്ന് കുടിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതത്ര നോക്കണം. How many kneel and drink. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണേ. Now understand this. വെള്ളത്തിന്റെ അരികിൽ കൊണ്ടുപോകുന്ന നിന്നെ മുന്നമേ അറിയാം നീ മുട്ടുകുത്തുമാണോ നക്കി കുടിക്കുമോ എന്നുള്ള കാര്യം. God, there's a God who knows when you come to the stream of the water, who kneels down and who laps the water. അവിടെ ചെന്നിട്ടല്ല ദൈവം പരിശോധിക്കുന്നത്. God doesn't know when you go there. നിന്നെ എങ്ങനെയാന്ന് വ്യക്തമായി മുന്നമേ അറിയുന്ന ഒരു ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. The God we serve is the one who foreknows you. രണ്ട് ആക്ഷൻ ദൈവം ശക്തമായി പറഞ്ഞു, this is what going to happen. ഇതാ സംഭവിക്കാൻ So he പോകുന്നത്. gave him two actions and this is what's going to happen. ഒരു ഗ്രൂപ്പ് There's gonna be a group. നക്കി കുടിക്കുന്ന പോലെ നാക്കുകൊണ്ട് നക്കി കുടിക്കും. Like dogs lap their water. വേറൊരു when they ഗ്രൂപ്പിന് drink. മനസ്സിലായ എന്തുവാണെന്നറിയാമോ? നീ പറയുമ്പോൾ അവ മുട്ടുകുത്തിയിരിക്കും. So when you say it, that those group will kneel down and to drink it. പറഞ്ഞത് ഒരു കാര്യം, What he said is one thing. ഗ്രഹിച്ചത് രണ്ടായിട്ടാ. What he understood was different. ആ വാക്യം ശരിക്കും നോക്കി അറിയാം. If you read it carefully, you'll understand. മുട്ടുകുത്തി കുനിയുന്നവരൊക്കെയും വേറെയും നിർത്തണം. ഈ രണ്ട് ഗ്രൂപ്പിനെ, ഒന്ന് നാക്കുകൊണ്ട് നക്കി കുടിക്കുന്നവരും മുട്ടുകുത്തി പട്ടി കുടിക്കാനിരിക്കുന്നത് പോലെ കുടിക്കാനിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ കൂട്ടത്തിൽ. അവരെയും നീ അങ്ങ് മാറ്റി നിർത്തണം. എന്നിട്ട് ഞാൻ ബാക്കി പറയാമെന്ന് പറഞ്ഞു. So he separated the ones who kneel and drink and also the ones who laps like a dog. ആറാം വാക്യം എങ്ങനെയാ പറഞ്ഞറിയാമോ? കൈ വായ്ക്ക് വെച്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെച്ചിട്ട് നക്കി കുടിച്ചത് ആകെ 300 പേര്. So there's 300 people who cupped their hands with the water and then licked it. കണ്ടോ? The rest kneel down. 9,700 9,700 പേര് മുട്ടുകുത്തി. കേട്ടത് ഒരു വാക്കായിരുന്നു, ദൂതം ഒന്നായിരുന്നു.
The prophecy was one, 9,700 people heard one thing, പക്ഷേ ഗ്രഹിച്ചത് രണ്ട് രീതിയിലാണ്. but they understood something else. പട്ടി നക്കി കുടിക്കുന്ന പോലെ നക്കി കുടിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേ കർത്താവിനറിയാം, ദൈവത്തിന് അറിയാമായിരുന്നു ഇതിൽ മുട്ടുകുത്തി ഗ്രഹിച്ചത് വേറൊന്നായിട്ട് ചെയ്യുന്നവരുണ്ട്. So when God said, let them lap like a dog when you drink water, and that God knows that who's going to kneel and who ഇവിടെ doesn't. ഇരിക്കാനൊന്നും ദൈവം പറഞ്ഞിട്ടില്ല, God never said to sit down. മുട്ടുകുത്താനും പറഞ്ഞിട്ടില്ല. God never said to kneel. അപ്പൊ ഇവരുടെ ഭാഷയിൽ, ഇവരുടെ ആ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇവർക്ക് മനസ്സിലായി പട്ടിയെ പോലെ കുനിഞ്ഞിരുന്ന് മുട്ടിൽ ഇരിക്കണമെന്ന്. So they thought that into their understanding, their language, that they should kneel down and lap like a dog. നമ്മുടെ ആക്ഷന് മുമ്പേ അറിയുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. There's a God who knows before you act. നമ്മുടെ ആക്ഷൻ എടുക്കുന്നതിന്റെ മുമ്പേ അറിയുന്ന ഒരു ദൈവമുണ്ട്. There's a God who knows before you start acting. നമ്മുടെ പ്ലാൻ ചിന്തിക്കുന്നതിന്റെ മുൻപേ നമ്മളെക്കാൾ ചിന്തിക്കുന്ന ഒരു ദൈവമുണ്ട്. There's a God who knows our plans before we even think about it. നമ്മളെ ആയിരിക്കും ഇതൊന്നും കർത്താവ് അറിയത്തില്ല. Sometimes we think that God doesn't know. ഞാൻ മുട്ടുകുത്തിയിരുന്നതിന് എന്താ പ്രശ്നം? ഞാൻ പട്ടി കുടിക്കുന്ന പോലെ മുട്ടുകുത്തിയല്ലാതെ നമ്മൾ നിന്നോണ്ടാണ് പട്ടി കുടിക്കുന്നത്, പട്ടി ഇരുന്നോണ്ടല്ലേ കുടിക്കുന്നത്. They thought that why would they kneel? So they kneeled to drink. വാദിക്കാൻ പലതും ഉണ്ട് കേട്ടോ. So you can argue with a lot. ഉത്തരം ഒന്നേ ഉള്ളൂ. There's only one answer. നീ ഗ്രഹിക്കേണ്ടതുപോലെ അല്ല ഗ്രഹിച്ചേ. You did not understand it according to what you should understand. ഒത്തിരി ഉണ്ട്. There's a lot to argue that you can argue. പട്ടി നിന്നോണ്ട് കുടിക്കാറില്ല. So the dogs don't stand up and പട്ടി ഇങ്ങനെ കുനിഞ്ഞേ കുടിക്കാറുള്ളൂ. They only bow down and drink. 9,700 പീപ്പിളുടെ മൈൻഡ് അങ്ങനെയായിരുന്നു. So 9,700 people thought like that. ഈ 300 പേര് മാത്രം The 300 people only കൈ വെള്ളം കോരിയെടുത്ത് നാക്ക് ഇട്ട് കുടിച്ചു. cupped their hands and then licked it off. അങ്ങനെ ഈ വേദപുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. That's how I understood when reading this word. ആർക്കെങ്കിലും വേറെ രീതി മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് കഴിയുമ്പോൾ എന്നെ ഒന്ന് പഠിപ്പിച്ചാൽ എനിക്ക് അതിൽ നിന്ന് തിരുത്താൻ പറ്റും. If somebody else understood it differently, please come and talk to me. And after അവസാനം this, ഈ 300 so I പേരെ can അങ്ങ് understand. മാറ്റി. So after that, he separated 300. ദൈവം പറഞ്ഞു ഈ 300 പേരെയും കൊണ്ട് നീ പോയാൽ മതി യുദ്ധത്തിന്. So God said, bring only this 300 people. അയ്യോ, അപ്പൊ ഞങ്ങളോ? So what about us? ഞങ്ങൾ പേടിയില്ലാതെ വന്നവരല്ലേ? So aren't we the ones who came without fear? മോനെ, പേടിയില്ലാത്തതൊന്നും അല്ല കാര്യം. It's not about being നീ afraid. ഗ്രഹിക്കേണ്ട പോലെയല്ല ഗ്രഹിച്ചത്. You did not understand according to what you should understand. ഇന്ന് പകൽക്കാലം ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിക്കാതെ പോയാൽ നിന്നെ ദൈവത്തിന് വേണ്ടാത്തവനായി എണ്ണാൻ സാധ്യതയുണ്ടോ? If you don't understand according to what you need to understand, then God doesn't want you. നിന്നെ യുദ്ധത്തിന് കൊള്ളില്ല. Then you're not fit for battle. നിന്റെ യോഗ്യത ഒത്തിരിയാ. You have great worth. എല്ലാരും 20,000 പോയപ്പോഴും നീ പോകാതെ നിന്നതാ. That when 20,000 left, but you're the ones who you didn't go. നീ ഈ ഗിദെയോൻ പറഞ്ഞനുസരിച്ച് വെള്ളത്തിന് അരികെ പോയ കൂട്ടത്തിൽ പെടുന്നതാ. You are the ones who went to the streamline when Gideon said. നീയും നാ നക്കി കുടിക്കാൻ പറഞ്ഞ പോലെ കുടിച്ചതാളാ. When God said to lap like a dog, and you lapped like a dog. വിഷയം നീ ഗ്രഹിച്ചത് വേറെ സ്റ്റൈലിലായി പോയി. But you understood it differently. അതുകൊണ്ട് നീ അവിടെ കിടന്ന് കണ്ണും കാലും അരച്ച് കരഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. There's no point in now beating your legs and crying. പറ്റില്ല ഇതിന്. That you're not fit to do it. Praise God. Amen. ഈ 300 പേരെയും കൊണ്ട് യുദ്ധത്തിന് പോയി. So he took this 300 people to fight. 100 പേരായിട്ട് മൂന്നായിട്ട് അവരെ ഡിവൈഡ് ചെയ്തു. So he divided them according to 100 each. Praise God. 12ാം വാക്യം അവിടെ വരുമ്പോൾ, If you read 12. അല്ല, അതിന് മുമ്പ് 10ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നീ ആദ്യം താഴോട്ട് ഇറങ്ങിച്ചല്ല, യുദ്ധസമയം വരിക, ആൾക്കാർ വരുമേ, ഈ അമാലേക്കരൊക്കെ വന്നിങ്ങനെ നിൽക്കുക, അവരിങ്ങനെ വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്ന് നിൽക്കുമ്പോൾ, When they're trying to fight you, you go down to them. അപ്പം അവരിൽ എന്താണെന്നൊരു അറിയണ്ടേ. അപ്പം നീ ഇറങ്ങിച്ചെല്ലണം ആദ്യം. നിനക്ക് പേടിയാന്നൊരു കാര്യം ചെയ്ത് കൂട്ടത്തിലാളെ കൊണ്ടുപോകാൻ പറഞ്ഞു. So if you're afraid, bring somebody with you, a servant with അങ്ങനെ you. ധൈര്യം കൊടുത്ത് So giving them courage. ഗിദെയോനും കൂട്ടനും കൂടെ പോയി. So Gideon and everybody went ജസ്റ്റ് down. ഒരു സിവിൽ ഡ്രസ്സിൽ ഇങ്ങനെ പോയിട്ട് So they were കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ, so they went down there to listen. അമാലേക്യര്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, The Midianites. മെദ്യാന്യര്, ഇവരൊക്കെ അവിടെ നിന്ന് സംസാരിക്കുന്നു. അവർ കണ്ട ദർശനങ്ങളാ. ഒന്ന് രണ്ട് ദർശനങ്ങളുണ്ട് കേട്ടോ. So there's some dreams that they saw. പ്രൈസ് ഗോഡ്. അപ്പൊ തോക്കാൻ പോകുന്നവനും ദർശനം കാണുമെന്നുള്ളത് എനിക്ക് അവിടെ മനസ്സിലായി. So I understood that the ones who are going to fail also will 12ാം വാക്യം, എന്നാൽ മിദ്യാന്യരും അമാലേക്യരും കിഴക്ക് ദേശക്കാരൊക്കെയും വെട്ടുക്കിളി എന്ന പോലെ അസഖ്യമായി താഴ്വരയിൽ കടന്നിരുന്നു. നോക്കിക്കോണേ അവിടുത്തെ ആൾക്കാരുടെ വലിപ്പം. So look at the swarm of people. അവരുടെ ഒട്ടകങ്ങളും കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരുന്നെന്നാ. They were like the sand.
That's how long ഈ they were. How 300 much? പേരെയും കൊണ്ട് എന്താ എടുക്കാനാ? What are you going to do with ഈ 300 people? ദൈവം എന്തോ ഒരു മണ്ടത്തരമാ ചെയ്തേ. What a thing that God has done. ഗിദെയോൻ ഇതുവല്ലം ചോദിച്ചോ? Did Gideon ask all these things? ഗിദെയോൻ അറിയാം Gideon knows യഹോവ ശാലോം. that Gideon knows that the Lord is, ഭയപ്പെടണ്ട, that not to be afraid of him, സമാധാനം. that God is peace. എന്നോട് വാക്ക് പറഞ്ഞ ഒരുവനുണ്ട്. There's a God who promised me നീ ഒരു വള്ളം പോലെ that you will be like water, നിന്നു കൊടുത്താ മതി, that you just stand still there. കാറ്റിന്റെ ഗതി അനുസരിച്ച് പോക്കോളും. It will go according to the wind. കാറ്റിനെ അയക്കുന്ന ഒരുവനുണ്ട്. There's a God who sends the wind. നീ ആയിട്ടൊന്നും ചെയ്യാൻ. You don't have to do anything on your own. താഴ്മയോട് ദൈവത്തിൽ നിൽക്കാനാ ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത്. Be humble and stand before him. അപ്പോൾ 13-ാം വാക്യം പറയുന്നത് ഗിദെയോൻ ചെല്ലുമ്പോൾ ഒരുത്തൻ മറ്റൊരുത്തനോട്, Verse 13 it says, എടേ ഞാൻ ഒരു സ്വപ്നം ഇന്നലെ രാത്രി കണ്ടെന്നേ. that I saw a dream last night. എന്തുവാണെന്നറിയാമോ? You know what it was? ഒരു യവത്തപ്പം ഇങ്ങനെ മേളിൽ നിന്ന് ഉരുണ്ടു വരുവാ. നമ്മുടെ മിഥ്യാനന്റെ പാളയത്തിലേക്ക് വന്നു. There was a loaf of barley bread താമസിക്കുന്ന tumbling കൂടാരം വരെ എത്തി. down. It was reached. അതെല്ലാം മറിഞ്ഞ് താഴെ പോയി. എല്ലാരും ചത്തുപോയി. Everybody has died after the barley bread was tumbling down the hill. ഇത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. 14-ാം വാക്യം. അപ്പൊ അതിനും വേറൊരു ദർശനക്കാരനുണ്ട്. Somebody else saw something. പിന്മാറ്റത്തിൽ പോയാലും ദർശനത്തിന് കുറവില്ല. അമാലിയക്ക് ശക്തി ഉണ്ടെങ്കിലും ദർശനത്തിന് കുറവില്ല. ദൈവം അവരെയും കാണിക്കും കേട്ടോ. So God also, ഒരു മടങ്ങി വരവിനുള്ള സമയം ദൈവം അവരെയും കാണിക്കും. So to come back, the ones who have left, the ones who have the spirit of Midianites, they will also see visions to come back. മറ്റൊരുവൻ അവനൊരു ദർശനം. എന്താണെന്ന് അറിയാമോ? Somebody else had a dream. ഇത് യോവാശിന്റെ മകനായ ഗിദെയോൻ എന്ന അപ്പൊ ഒരുത്തൻ ദർശനം കണ്ടു, മറ്റൊരുത്തനെ വ്യാഖ്യാനിച്ചു. So one saw ഒരു വലിയ the dream, കല്ലുരുണ്ട് വരുന്ന പോലെ ഒന്ന് വന്നു, ഇതെല്ലാം നശിച്ചു പോയെന്ന് കണ്ടു. ഉടനെ പറയാം, എടേ അത് മറ്റൊന്നുമല്ല, ഇവനാ പാർട്ടി ആരാ. So one dreamed, ഗിദെയോനാ. one interpreted, it was Gideon that was coming. Praise God. ദൈവം മാത്രമല്ല നിന്നോട് സംസാരിക്കുന്നത്, ചില വ്യക്തികൾ നിന്നോട് സംസാരിക്കും കൺഫർമേഷന് വേണ്ടി കേട്ടോ. God is not the only one who will talk to you. Some people will talk ചില to you for വ്യക്തികളും confirmation. നിന്നോട് സംസാരിക്കും ചില കൺഫർമേഷന് വേണ്ടി. Some people will talk to you for confirmation. Don't ignore it. Never ignore it. അത് ഇഗ്നോർ ചെയ്യരുത് കേട്ടോ. Never ignore that. Praise God. Amen. Hallelujah. അതിനുശേഷം താപ്പോട്ട് വരുമ്പോഴേ If you keep reading, അവരെ 100 വെച്ചായിട്ട് 16-ാം വാക്യം. He divided them three. ഓരോരുത്തർക്കും ഓരോന്ന് കൊടുത്തു. കാഹളവും പന്തവും കൊടുത്തു. 18-ാം വാക്യം. ഞാനും എന്നോടുകൂടെയുള്ളവരും കാഹളമൂതുമ്പോൾ നിങ്ങളും പാളയത്തിന്റെ ചുറ്റും നിന്ന് കാഹളമൂതി യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി എന്ന് പറയുവീൻ. So then he said, keep your eyes on me when I come to the edge of the camp. Do just as I do. As soon as I, blow the arm, rams and horns, blow your horns too around the entire camp, shouting for the Lord and the Gideon. And for Gideon. കാഹളമൂതി അത്ഭുതം നടന്ന ധാരാളം വിഷയങ്ങൾ ദൈവസന്നിധിയിലുണ്ട്. There's a lot of times when you blow the horns and there was a blessing that happened. ദൈവവചനത്തിലുണ്ട്. That it's happened in the Word of God. പുതിയ നിയമ വിശ്വാസിയെ നമ്മുടെ കാഹളം ഏതാണെന്നറിയാമോ? Dear children of God who are new believers, you know what the horn is for us? ആരാധന. It is worship. സ്തുതി. It is praises. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുന്നത്. Giving your heart to the Lord. നിന്റെ വായെ ഉച്ചത്തിൽ തുറക്കുന്നത്. That make singing songs to the Lord. നിന്റെ കരങ്ങളെ ദൈവസന്നിധിയിൽ യാഗവസ്തുവായി ഒന്ന് അർപ്പിക്കുന്നത്. Giving your hands as a sacrifice to the Lord. സ്തോത്രം എന്ന യാഗം ഒന്ന് അർപ്പിക്കുന്നത്. Giving to as a praise offering to the Lord. അത് ദൈവസഭയിൽ ഉയരണമെന്നേ. That it should come up in the church. ഇവിടെ ഉയർത്താനല്ല. It is not to bring it up. ഉയരുക ചെയ്യേണ്ടത്. It needs to come up. ഇന്നും പലരോടും പ്രാർത്ഥിക്ക്, കണ്ണടയ്ക്ക്, സ്തോത്രം ചെയ്യ്, എല്ലാവരും ഒന്ന് ചിരിച്ചേ, നോക്കിക്കേ, ഓടിക്കേ, ചാടിക്കേ എന്നൊക്കെ പറഞ്ഞില്ലെങ്കിൽ അവിടെ തന്നെ ഇരിക്കും. If you don't tell them to clap their hands or close their eyes or pray, then they won't do it and they will just stay there. എന്താ അതിന് കാരണം അറിയാമോ? Do you know why that happens? സത്യത്തിൽ ഇതുവരെ നമ്മൾ ആകട്ടെ പോലെ ആയിട്ടില്ല. It is because we haven't become what we need to become. ഹല്ലേലൂയ. Amen. ദൈവത്തിന് സ്തോത്രം. ഈ മിലിറ്ററിയിലുള്ളവർക്ക്
അവർക്ക് ആ ടൈമിങ്ങിൽ എന്താ ചെയ്യേണ്ടതെന്നറിയാം. The ones who are in army, they know at the time what to do. അവർക്കൊരു certain സമയമാകുമ്പോൾ എല്ലാവരും എഴുന്നേറ്റിരിക്കണം. At a certain time, they all have to stand up. The soldiers. അല്ലാതെ ക്യാപ്റ്റനും അല്ലേ അളിയ നീ ഉറങ്ങുവന്നോടെ എന്തുവാടെ ഇത് ആരും ചോദിക്കാറില്ല അവിടെ. No one's going to come and ask them, oh, are you sleeping or are you not? എനിക്കറിയാം ഇന്നലെ രാത്രി അങ്ങനെ ഭയങ്കര ഇതായിരുന്നു ടയർഡാ അല്ലയോ. They wouldn't say, oh, I know you were tired from last ബൂട്ടൊന്നും night. എൻ്റെ ബൂട്ട് കയറുന്നില്ലടാവേ എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റുമോ അവിടെ? Do you think that they're going to talk among them if their boot's going to fit or not? നീ തെരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ കാരണം ഇന്റർവ്യൂ ചെയ്ത് അങ്ങോട്ട് കയറ്റിയതേ. Because you're chosen after the ശരിക്ക് interview ട്രെയിനിങ് process. കൊടുത്തേ. Gave them great training. കയറാത്ത ഷൂ കയറ്റാൻ അവനെ പഠിപ്പിച്ചിട്ട് ആദ്യം കയറ്റുന്ന അവിടെ. So they given them the boot that couldn't fit him. ഒരു സമയമുണ്ടെങ്കിൽ ആ കൃത്യ സമയത്ത് നിന്നിച്ചിരിക്കും. At the time, there was a time, and then you have to wake up at the right time. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ NCCയുടെ ക്യാപ്റ്റൻ ആയിരുന്നു. So when I was in school, I was an NCC captain. അപ്പോൾ ഞങ്ങൾ ഈ NCC ക്യാമ്പിന് പോകും. So we used to go for this camp. അപ്പോൾ എൻ്റെ ബറ്റാലിയനെ മുഴുവനും ഞാനാണ്. എനിക്ക് കുറേ ബറ്റാലിയൻസ് ഉണ്ടാവും. പലരും തരുമ്പം അവിടെ ലീഡേഴ്സിന് വേണ്ടി കൊടുക്കുന്നത്. അപ്പോൾ അവർ നമ്മൾ വേണം അത് ലീഡ് ചെയ്യാൻ. So I was leading a group of battalion. There was ഞങ്ങൾ sometimes പോകുന്ന we give സ്ഥലത്ത് more. അവിടെ വലിയ കിണറുണ്ടാവും. അവിടെയാണ് വെള്ളം കോരി കുളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ. So there's going to be a well there. That's where we take അവിടെ our shower. രാവിലെ കൃത്യ സമയത്ത് എണീച്ചിരിക്കണം. So there you have to wake up at the right time, അതൊരു early morning. പ്രത്യേക ട്രെയിനിങ്ങാണ്. It is actually a training. കുളിക്കാതിരിക്കാൻ പറ്റില്ല. You cannot not take a shower. തണുത്ത വെള്ളത്തിൽ ഏർലി മോർണിംഗിൽ കുളിച്ചിരിക്കണം. You have to take a shower early in the morning in the cold water. ചൂടാക്കാൻ പറ്റില്ല. You cannot warm it up. ആ തണുത്ത വെള്ളത്തിൽ കുളിച്ചിരിക്കണം. You have to take a shower in the ഇനി cold water. കുളിക്കാതെ ഇങ്ങനെ ആരെങ്കിലും മടിച്ചു നിന്ന് കഴിഞ്ഞാൽ If somebody wasn't taking a കൂടെ shower, നിൽക്കുന്നവന് ഒരു ബക്കറ്റ് വെള്ളം കോരി അവന്റെ തലയിൽ ആദ്യം കുഴിക്കും. so the person next to him will pour the cold bucket of water upon him. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം മറ്റൊന്നുമല്ല. The reason why I'm saying this, കൃത്യനിഷ്ഠത ഉണ്ടായിരിക്കണം. there was a time being always. എല്ലായിടത്തും ഉണ്ടെങ്കിൽ ദൈവസഭയിലില്ല. If there's everywhere, then there's not. ദൈവമക്കൾക്കില്ല. The children of God don't have it. ദൈവദാസന്മാർക്കില്ല. The preachers don't have it. പോകുന്ന പോലെ പോയി വരുന്നത് പോലെ വരും. Will come whatever time they want, leave whatever time they left. പ്രിയ ദൈവമക്കളെ, Dear children of God, നിങ്ങൾ അധികം ഫലം കായ്ക്കണമെങ്കിൽ that we should grow more fruit. ചെത്തി ഒന്ന് വെടിപ്പാക്കണം. You should start chiseling away. ചെത്തി വെടിപ്പാക്കണം. You should start chiseling away. സ്തോത്രം പറഞ്ഞിട്ടല്ല സ്തോത്രം പറയേണ്ടത്. You shouldn't say praises after I said praise. ഹല്ലേലൂയ. സ്തുതി പറഞ്ഞിട്ടല്ല സ്തുതി പറയേണ്ടത്. You shouldn't worship God after I said വചനം to നീ worship. ഏറ്റെടുക്കുമ്പോൾ മാത്രമല്ല പറയേണ്ടത്. Not after you only understood the ഈ word of God. ആലയം നിന്നെ ഒരു യാഗവസ്തുവായി അർപ്പിക്കാനുള്ള സ്ഥലമാണെങ്കിൽ You should offer yourself as a don't sacrifice. wait for the time. സമയത്തിനു വേണ്ടി നോക്കിയിരിക്കരുത്. Don't wait for what time it is. അവസാനം ഈ യുദ്ധമെല്ലാം ജയിച്ചു. 21-ാം വാക്യം വായിക്കുമ്പോൾ After that, all the fight has been won. അവിടെ ഇവരെല്ലാം കൂടെ ഇരച്ചങ്ങ് ഓടി രക്ഷപ്പെട്ടു. ഇവരെല്ലാം പോയി. ചുരുക്കി പറഞ്ഞാൽ They left യുദ്ധം them. ജയിച്ചു. So they won the battle. 30,000 തുടങ്ങി. So they started 20,000, 300 വന്നു. then became 10,000, നീ ദുഃഖിക്കണ്ട കേട്ടോ. 300. Don't worry about it. ദൈവം കരുതുന്നെങ്കിൽ If the Lord is there, നീ അശക്തനായാലും നിന്നെ ശക്തനാക്കുന്ന ദൈവമാണ്. even if you are discouraged, God is there to give you പക്ഷേ courage. ഒരു കാര്യം മതി. There's only one thing. ഒരു ഡെഡിക്കേഷൻ നിനക്ക് വേണം. That you should be dedicated. ഒരു സമർപ്പണ മനോഭാവം വേണം. You should be having a heart to നമ്മൾ submit. ആരോ എന്തോ വലിയ ആളാണെന്നൊന്നും വിചാരിക്കണ്ട. Don't think that you're something big or കാരണം someone. നമ്മളെക്കാട്ടിലും വലിയ ആരാണ് മേളിലിരിക്കുന്ന ആരെന്ന് നാം മറക്കരുത്. Don't forget who's that big person there. ചിലരുണ്ട് ഭയങ്കര ജ്ഞാനമാണ്. There's some people who are great wise. They're very വാദിക്കാനും wise. തർക്കിക്കാനും അഭിപ്രായങ്ങൾ പറയാനും ഭയങ്കര ജ്ഞാനമാണ്. They're very good to argue and say എന്നാൽ comments. ദൈവം ആഗ്രഹിക്കുന്ന ഈ 300 പേരിലാകട്ടോ. But God is once the ones who are in 300. നിനക്ക് വെള്ളത്തിന്റെ അരികെ വരാൻ പറ്റും. You will come to the stream of water. പട്ടിയെ പോലെ നിനക്ക് ഇരുന്ന് കുടിക്കാൻ പറ്റും. You can also kneel and drink like പക്ഷേ എൻ്റെ dog. ദൈവം ആഗ്രഹിക്കുന്നത് നീ പറഞ്ഞത് ഗ്രഹിച്ചോ എന്നുള്ളതാണ്. But God wants a person who understood what was said. ഗ്രഹിച്ച് ചെയ്യുന്നവനെ ദൈവം യുദ്ധത്തിന് കൊണ്ടുപോകുന്നത്. God takes the ones who understood. That's the one who goes to battle. അവസാനം ഇസ്രായേലിന് ഭയങ്കര സന്തോഷമായി. After Israel were very happy. ഇസ്രായേൽ ഒരു വാക്ക് പറയുന്നുണ്ട്. അവിടെ എല്ലാവരും കൂടെ ചേർന്ന് The Israelites say something. 8-ാം അധ്യായത്തിൽ പറയുന്നു. 8-ാം അധ്യായത്തിൽ 22-ാം വാക്യം. 8:22 it says. നീ ഞങ്ങളെ ഏതായാലും ഇത്രത്തോളം ഒക്കെ കൊണ്ടുവന്നു. So Israelites told Gideon, now you have brought this far. വലിയ സന്തോഷമുണ്ട് കേട്ടോ. They're very happy.
നീ പക്ഷെ ഞങ്ങൾക്ക് രാജാവാകണം. So that, but they asked him to be their king. നീ മാത്രം പോരാ, നിന്റെ മക്കളും അവരുടെ മക്കളും തലമുറയായിട്ട് അങ്ങ് ഞങ്ങൾക്ക് രാജാവാകണം. Not only you, but your son and your grandson. ആരാ ഈ ഓഫർ വേണ്ടാന്ന് വെക്കുന്നേ? So who doesn't take this offer? അല്ലയോ ഗിദെയോനെ, ഇനിയും ഗിദെയോനുള്ളൊരു ദൂതാ കേട്ടോ. It's for Gideon now. നിന്നെ ദൈവം എത്രത്തോളം നടത്തി, That God has brought you this far. നീ ദൈവം പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു. You have done everything God had told you to പക്ഷേ do. ഈ പക മുഴുവനും വെള്ളം കോരിട്ട് രാത്രി കുടമുടച്ചെന്ന് കേട്ടിട്ടില്ലേ? You know how you hear that you have taken all the water in the morning and then അതുപോലെ സംഭവിച്ചു ഇവിടെ. it happened here. എന്തോന്നറിയാമോ പുള്ളി പറഞ്ഞത്? ഇവിടാണ് ഒരു നല്ല ഹൃദയത്തിൽ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് രാജാവുമില്ല, എൻ്റെ മക്കളുമില്ല, എൻ്റെ കൊച്ചുമക്കളുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, യഹോവ അത്രയും അവിടെ രാജാവ്. അപ്പോൾ വ്യക്തമായിട്ട് അറിയാം. പക്ഷേ എന്നിട്ട് പിന്നെ പറയുന്നത്, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. So then after he says that he will not rule over him or his son or their son, but I will tell you one thing. എന്തുവാ? ഒരു കാര്യം ഞാൻ പറയാം. ആണ്ടാ സാധനം നിങ്ങൾ അവിടെ നിന്ന് അടിച്ചു മാറ്റിയില്ലേ, നമ്മളെല്ലാം കൊണ്ടുവന്നില്ലേ? നോക്കിയപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇച്ചിരി കുറവാ, നിങ്ങൾക്ക് അത് കൂടുതൽ കിട്ടിയേ. So the plunder that you have collected, give it to me. അപ്പോൾ നിങ്ങൾ അടിച്ചു മാറ്റിയ സാധനം ഉണ്ടല്ലോ, The one that you അതെ plundered, കുറച്ച് എനിക്ക് ഇങ്ങ് തരണം. give me some, he says. എടാ രാജാവാകണ്ട, യഹോവയാ രാജാവ് എന്ന് പറയുന്നു. So he said that he doesn't want to be king, but the Lord is to rule him. ഞാൻ ചോദിക്കട്ടെ ഗിദെയോനെ, Let me ask Gideon, നിനക്ക് സകലതും തരാനുള്ള ദൈവത്തെ അല്ലേ നീ സേവിച്ചേ? isn't the God you serve that gives you everything? പിന്നെ അടിച്ചു മാറ്റേണ്ട ബാക്കി വേണോ? Then why do you need the ones that was ബാക്കി ഒന്ന് plundered? ക്ലിയർ ആയിട്ട് വായിച്ചേ. കൊള്ളയിൽ കിട്ടിയ കടുക്കൻ, ഈ കടുക്കൻ എന്ന് പറഞ്ഞത് Earring. കാതയിലുള്ളതാ. So, the അവർ earring. അപ്പൊ ഇത് ഇസ്മായേലിയർ, ഇസ്രായേലിയരാണോ ഇസ്മായേലിയരാണോ? The Ishmaelites. ആ ഒരു ഗ്രൂപ്പ് അവർക്ക് ധാരാളം കുണുക്കിടുന്നവരായിരുന്നു. So the Ishmaelites were the ones അവര് who wore a lot of ഇയറിംഗിൽ gold. ഇഷ്ടപ്പെടുന്നവരായിരുന്നു. They loved earrings. അയ്യോ എൻ്റെ ദൈവമേ, എത്ര വേണമെങ്കിലും തരാം. They said കൂടാതെ gladly, I'll അവരുടെ give you. ഒട്ടകത്തിന് പോലും അവരെന്തോ എടുത്ത് ഓർണമെന്റ്സ് ഇട്ടു. So they put ആരോട് വായിക്കുമ്പോൾ ornaments നമുക്കറിയാം, upon ഞങ്ങൾ them. സന്തോഷം തരാമെന്ന് പറഞ്ഞു. ചന്ദ്രക്കലകൾ എന്ന് പറഞ്ഞ ഈ പറയുന്ന കാര്യം ഓരോ ഷേപ്പിലുള്ള ഇയറിംഗിന്റെ കാര്യങ്ങളായി പറയുന്നത്. So it's different types of earrings. ചന്ദ്രക്കലകളും ഇതിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന സാധനം, Royal. രക്താംബരങ്ങളും ഡയമണ്ട്സ്, ഒട്ടകങ്ങളുടെ കഴുത്തിലെ മാലയും. So even the chains around the necks of their camels had it. ഇവിടെയാണ് സംഭവം. അപ്പൊ നോക്കിക്കോണേ, So now is the ഫെയിലായി thing. നോക്കിക്കോണേ. ഗിദെയോൻ ഇത്രയും നേരം ഉയർന്നു നിൽക്കുകയായിരുന്നു. So now Gideon was very high. എവിടെയാ ഗിദെയോനെ നിന്റെ അഭിഷേകം നഷ്ടപ്പെട്ടത്? Where have you lost your spirit, Gideon? ഇന്ന് പലരുടെയും അഭിഷേകം നഷ്ടപ്പെട്ടു പോയെന്നറിയാമോ? You know what, nowadays that the spirit has been lost. ധനത്തിലുള്ള മോഹം. It is because of the wealth, the desire of the wealth. ആവശ്യമില്ലാത്തടത്തെല്ലാം ഓഫർ ചെയ്ത് ഇഷ്ടംപോലെ തലയെ കയറ്റി വെക്കും. പിന്നെ അവസാനം നമ്മൾ പൈസ ഉണ്ടാക്കി പിന്നെ അവസാനം പ്രത്യേക ട്രസ്റ്റ് ആയി പിന്നെ അതായി ഇതായി പ്രസ്ഥാനമായി വലിയൊരു സംഭവമായി അങ്ങ് മാറുക. പിന്നെ So after that you have become so wealthy, you have become an organization, a big something. ഗിദെയോൻ പറഞ്ഞു, കുറച്ച് എനിക്കും കൊടുക്കി തന്നേക്കണം. So Gideon says, give me a little. അവസാനം അവിടെ ഒരു വാക്ക് ലാസ്റ്റിൽ പറയുന്നുണ്ട്. എന്തോ അറിയാമോ? ഇതെല്ലാം കൂടെ വെയിറ്റ് മിനിറ്റ്, ഇതെല്ലാം കൂടെ ചേർന്ന് After that, with everything, ഇദ്ദേഹം എന്തോ ഉണ്ടാക്കിയെന്നറിയാമോ? a sacred effort. എന്തോ ആ സാധനം? നീ ആരുടെ ഏഫോദ് ഉണ്ടാക്കാൻ? Who are you to build this effort? ഏഫോദ് ആർക്ക് വേണ്ടിയുള്ള? You know who it is for? പ്രീസ്റ്റിനുള്ളതാ. It is for a priest. Are you a priest? Praise God. Amen. പുള്ളിക്കാരൻ്റെ മനസ്സിൽ പോയ പോക്ക് നോക്കണം. Think about what happened to Gideon as he was thinking. ഏഫോദ് ഉണ്ടാക്കിയിട്ട് അവിടെ കെട്ടി തൂക്കി അവിടെ കൊണ്ട് സ്ഥാപിച്ചു വെച്ചു. So he built this ephod. പുരോഹിതന്മാർ, പുറപ്പാട് പുസ്തകത്തിലുണ്ടത്, പുരോഹിതന്മാർ ധരിക്കേണ്ട വസ്ത്രമാ. അതിന് കൃത്യ കണക്കുകളുണ്ട്, ദൈവം കൊടുത്തതാണ്. The priest should be wearing it. There's a count exactly for it. പുള്ളിയായിരിക്കും ഇരിക്കട്ടെ.
So they think that let me have one. അവസാനം എന്താ സംഭവിച്ചെന്നറിയാമോ? You know, after that, what happened? ഈ പുള്ളി കൊണ്ട് അവിടെ അങ്ങ് സ്ഥാപിച്ചു. ഇസ്രായേലെല്ലാം എന്താ ഈ പരസംഘം എന്ന് പറഞ്ഞാൽ നിന്റെ ദൈവത്തെ വിട്ട് ഇപ്പൊ ഇതിലേക്ക് തിരിഞ്ഞു. So he ഇത് കണ്ടാ ഉടനെ അവിടെ ദൈവം ഉണ്ടെന്നാ വിചാരിക്കുന്നേ. സഹോദര സഹോദരി, ദൈവദാസനെ കാണുന്നിടത്തൊന്നും ദൈവമില്ല. So ഒരു എഫോദ് കൊണ്ട് തൂക്കിയ ദൈവമില്ല അവിടെ. there's not God there where you put the ephod. Praise God. Amen. പുതിയ നിയമ വിശ്വാസികൾക്ക് ദൈവം ഇറങ്ങുന്നത് ആത്മസാന്നിധ്യത്തോടു കൂടിയാണ്. Dear new believer children of God, ഏതോതും എഫോദും കണ്ടൊന്നും പോവരുത് കേട്ടോ. don't go after the effords of this ഇതിന്റെ world. ബിഹൈൻഡിൽ എന്താന്ന് നീ മനസ്സിലാക്കണം. Understand there's something in behind it. ഹല്ലേലൂയ. Amen. അവസാനം എന്തോ അതിന്റെ ലാസ്റ്റ് You സംഭവിച്ചതെന്നറിയാമോ? know what happened at the rest? ആ വാക്ക് ശ്രദ്ധിക്കണേ. It has become a അത് trap. ഗിദെയോനും ഇതുവല്ല ഓർത്തോണ്ടാണോ ചെയ്തേ? Was he thinking of anything when it became a trap? ദൈവസന്നിധിയിൽ തെറ്റാ ചെയ്തത്. What he did before the Lord was wrong. എന്നാ ഇവന്റെ കാഴ്ചയിലോ? But before in his eyes, it was perfect. Praise you Jesus. Amen. ഇത് ദൈവവചനം പറയുന്നു അവനും അവന്റെ കുടുംബത്തിനും ഇതൊരു കണിയായി തീർന്നു. So the word of God says it was a trap for Gideon and his family. ഹല്ലേലൂയ. Amen. ലാസ്റ്റ് വരുമ്പോൾ 32-ാം വാക്യം പറയുന്നു അവൻ മരിച്ചു. എല്ലാവരെയും പോലും മരിച്ചു. So Gideon also was very old and he died. 35-ാം വാക്യം പറയുന്നു 35 says, ആ ദേശക്കാർ അവന്റെ കുടുംബത്തെ പോലും ഓർത്തില്ല. so the nobody showed loyalty to that family. Am I right? ശരിയല്ലേ? Yes. Neither showed. മേളിലൊരു വാക്ക് കണ്ടു. Before that, there's something that we saw അവനും അവന്റെ കുടുംബത്തിനും കെണിയായി തീർന്നു. that has become a trap for him. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, Dear children of God who hear me, യഹോവ ശാലോം എന്ന് പറയുന്ന God, the Lord is Yahweh Shalom. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ടെന്ന് പറയുന്നു. That He's with you, don't be afraid of it. ദൈവത്തിൽ നിന്ന് അനുഗ്രഹവും ശാപവും വരുമെന്ന് നമ്മളല്ല ശപിക്കുന്നത്. That there is blessing and curse from the Lord. We're not the ones who are പുതിയ cursing. നിയമത്തിൽ അനുഗ്രഹിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. In New Testament believers, that it only said to give you blessing. വരണമെങ്കിൽ നീ മിദ്യാന്റെ ശക്തി നിന്നിൽ വരുമ്പോഴാ ശപിക്കുന്നത് നീ. That when you curse is when the Midianite spirit come upon you. ദൈവ സാന്നിധ്യമുള്ളവൻ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. Where the ones who have the spirit will always bless. എന്നാൽ ദൈവഹിതമല്ലാത്ത, But against the word of ദൈവം God, പറയാത്ത, what God hasn't said, ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം, പുരോഹിതന് ആവശ്യമായിരുന്നത് what has been put for the priest, നീ കൊണ്ട് അവിടെ സ്ഥാപിച്ച് ജനത്തെ വഷളാക്കി കളഞ്ഞു. you have put it there and then you have turned the ഇത് people വചനം പറയുന്നു away. ദൈവത്തിന് ഇത് സുഖകരമായി തോന്നിയില്ല. That the word of God says it wasn't good in the eyes of the Lord. ഓടിയ ഓട്ടം നോക്കിക്കേ. Look at what he has run. ആ യോക്ക് ട്രീയുടെ കരുവേലകത്തിന്റെ ചുവട്ടിരുന്നപ്പോൾ ചിന്തിച്ചു നോക്കിക്കേ. Now look at when he was standing next to that oak tree. ബുദ്ധിമാനും ജ്ഞാനിയുമായിരുന്നു. He was very valorous and he was very wise. എൻഡ് അപ്പ് ചെയ്തപ്പോൾ At the end, what happened? അവൻ അറിയാതെ തന്നെ എന്തോ അവനിൽ നിന്ന് സംഭവിച്ചു. That something happened to him without him knowing. ഹല്ലേലൂയ. അവന്റെ കുടുംബത്തെ പോലും ദൈവം ഓർത്തില്ലെന്നാ, നാട്ടുകാർ ഓർത്തില്ല. The word says that nobody remembered him, not even പ്രിയ his family. ദൈവമക്കളോട് ഞാൻ പറയട്ടെ, Dear children of God, let me tell you, നാം സമർപ്പിക്കാം. let's give to the Lord. നീ 60 മേനി ആയിട്ടുണ്ടെങ്കിൽ If you have become the 100, 70 80 ഈ ദിവസങ്ങളിൽ ആയിത്തീരട്ടെ. let it become 60 and ഇന്ന് 70 ഡിസംബർ folds. മാസം 1-ാം തീയതിയാ. Now it's the first day of കഴിഞ്ഞ December. 11 മാസം നമ്മുടെ വീഴ്ചയിൽ നമ്മെ താങ്ങിയവൻ, The മരണത്തിൽ നിന്ന് വിടുവിച്ചവൻ, one who delivered us from falling away, the one who delivered നാം us from സേവിക്കുന്ന ദൈവമാ. death. That is the God we serve. മറക്കരുത്. Remember, എങ്ങനെ നന്ദി പറയാതിരിക്കും? how can you not give thanks to the Lord? ഇന്നലെ രാത്രിയിൽ പറഞ്ഞതുപോലെ, As we have said last night, കോഴി തന്റെ ചിറനിഴലിൽ തന്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നത് പോലെ as a chicken hides അവൻ his നമ്മെ hen in his സൂക്ഷിച്ചത് heart. കൊണ്ടാണ് ഇന്ന് നാം ഇവിടെ വന്നിരിക്കുന്നത്. That is why that we are here, ചില because he ദിവസങ്ങൾ protected us. കഴിയുമ്പോൾ ഈ 24 നമ്മെ വിട്ട് മടങ്ങി പോകും. That 2024 will leave us in a couple of ലോകം days. എങ്ങോട്ട് പോകുമെന്ന് നാം അറിയുന്നില്ല. We don't know how the world is going forward. ഒരു ദിവസം രാത്രിയിൽ ഒളിക്കുന്ന എവിടെയാണെന്ന് ഭയപ്പെട്ടിരിക്കുന്ന ദിവസങ്ങളായി വരാൻ പോകുന്നത്. There's going to be time where we don't know, the night's going to be dark. ഒരു പക്ഷെങ്കിൽ ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ It സാധ്യതകളുണ്ട്. can be times where there's going to be a world war. സമാധാനം സമാധാനം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ As you
think there's peace and there's peace. ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ As a pregnant woman becomes labor ദൈവത്തിന്റെ pains, നാൾ വരും. there's going to be the Lord's day is going to come. ബോംബ് ഭൂമിയെ പിളർക്കുമ്പോൾ As it splits the world, ഒന്ന് പാത്തിരിക്കുവാൻ സ്ഥലമില്ലാതെ ഓടി as there is no നടക്കുമ്പോൾ place to hide away. ക്രിസ്തുവിൽ സ്നേഹിതരായിരിക്കുന്ന ദൈവമക്കളോട് ഓർപ്പിക്കട്ടെ, പ്രത്യാശയുള്ളവരായിരിക്കണം. Be hopeful because Christ's day is coming. തികവുള്ളവരായിരിക്കണം. As we should be in full. We കുറവില്ലാത്തവരായിരിക്കണം. should be without a fault. വളരാം നമുക്ക് Let's ദൈവസന്നിധിയിൽ. grow together. May in the the presence good of the Lord Lord. be with us. May God bless you with these words.